Amid and suckling bloom, lead thou me on. The night is dark, and I am far from home. Lead thou me on. Keep thou my feet, I do not ask to see the distant sea. One step enough for me. താങ്ക് യു. പലയിടങ്ങളിൽ നിന്ന് വന്ന നമ്മളെ ഓരോരുത്തരെയും ആ വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു കലാലയമാണ്. അപ്പോൾ ഈ കോളേജ് സ്ക്വയറിന് വലിയൊരു നന്ദി. ഓരോ കാലത്തും നമ്മുടെ ഓരോ ഹൃദയങ്ങളിലേക്കും നമ്മുടെ തലച്ചോറുകളിലേക്കും ഇത്തരം നല്ല സന്ദേശങ്ങൾ സംഗീതത്തിലൂടെ പകർന്നു തന്നതിന്. ഇറ്റ്സ് ഓൾവേസ് നൈസ് ടു ഗിവ് എ റെഡ് കാർപ്പറ്റ് ട്രീറ്റ്മെൻറ്റ് ടു ഓൾ ഹു ഹാവ് ഗ്യാതേർഡ് ഹിയർ. ഇനി നിങ്ങൾക്കൊക്കെ ഒരു രാജകീയ സ്വീകരണം ആവശ്യമാണ്. പലയിടങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഉപേക്ഷിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി റിഗമ 2025 ജനറൽ കൺവീനർ ജോസഫ് എസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അതിബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ കോളേജിൻ്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആണല്ലോ നമ്മൾ ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. 1964 ആരംഭിച്ച ഈ കോളേജിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുന്നത് 1982 ഔദ്യോഗികമായി. ഈ കാലയളവിൽ ഇതുവരെ ഇതുപോലെ ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഒരു സംഗമം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഏറ്റവും വലിയ സന്തോഷത്തിന് നിദാനം. ദ ട്രൂത്ത് ഷാൽ മേക്ക് യു ഫ്രീ, ഇതാണല്ലോ നമ്മുടെ മോട്ടോ. ഈ സത്യത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വതന്ത്രരാണ്. എല്ലാ കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും സാധാരണയായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മിക്കവാറും ഒരു വാർഷിക സമ്മേളനമൊക്കെ നടത്തി പിരിയുകയാണ് പതിവ്. എന്നാൽ ബിഷപ്പൂർ കോളേജിൽ അങ്ങനെയല്ല. ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പല ഉപവിഭാഗങ്ങളുണ്ട്. കലാവിഭാഗം, കലാവല്ലരി എന്ന് പറയും. കലാവല്ലരിയുടെ ആഭിമുഖ്യത്തിൽ വിശിഷ്ട ദിവസങ്ങളിൽ കലാപരിപാടികൾ നടത്തുന്നു. അക്കാഡമിക് കമ്മിറ്റി, അതുപോലെ സാഹിത്യ വിഭാഗം, സ്പോർട്സ് കമ്മിറ്റി, മീഡിയ കമ്മിറ്റി, ഡോക്ടേഴ്സ് ഫോറം, ഇങ്ങനെ വിവിധങ്ങളായ കമ്മിറ്റികൾ പ്രത്യേകം അവരുടെ നേതൃത്വത്തിൽ ഓൺലൈനായും ഓഫ്ലൈനായും പല പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ പരിപാടികൾക്കും നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെയും മാനേജറുടെയും അധ്യാപകരുടെയും എല്ലാ പിന്തുണയുമുണ്ട്. കൂട്ടത്തിൽ പൂർവ്വ അധ്യാപകരായ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോൺ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം അധ്യാപകരുടെ ഉപദേശങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംഘടനയ്ക്ക് പ്രത്യേക ഫണ്ട് കളക്ഷൻ ഈ രജിസ്ട്രേഷന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിന് ഏതാണ്ട് 670ഓളം ആജീവനാന്ത മെമ്പേഴ്സുണ്ട്. 1000 രൂപയുടെ ലൈഫ് മെമ്പർഷിപ്പ്, ആജീവനാന്ത മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഒരു 670ഓളം ആൾക്കാരുണ്ട്. അത്രയും തുക നമ്മൾ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായി ഇട്ടിട്ട് അതിൻ്റെ പലിശയാണ് നമ്മുടെ മുമ്പ് പ്രതിപാദിച്ച പരിപാടികളുടെ പ്രവർത്തനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമ്മൾക്ക് ഈ ലൈഫ് മെമ്പേഴ്സിന് ഒരു പ്രത്യേക ആനുകൂല്യം, ഒരു പരിഗണന ഇതുപോലുള്ള മീറ്റിങ്ങുകൾക്ക് കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പലരും ചോദിക്കാറുണ്ട്, ഞാൻ ലൈഫ് മെമ്പർ ആണല്ലോ. എന്നാൽ നമ്മുടെ ആഗ്രഹം ഈ ലൈഫ് മെമ്പർഷിപ്പ് 2000-3000 ഒക്കെ ആക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിക്ക് കുറച്ചുകൂടെ
ഈ ലൈഫ് മെമ്പേഴ്സിന് മുൻഗണന അല്ലെ ഒരു പരിഗണന കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ ഇങ്ങനെ ഒരു സംഘടന പ്രവർത്തിക്കുമ്പോൾ ഈ കോളേജിനെ കുറിച്ചും ഒരു 2 വാക്ക് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കോളേജ് 1964 മുതലുള്ള കോളേജിൻ്റെ ലെഗസി ഇന്നും നമ്മൾ ഈ ഡിജിറ്റൽ ആൽബത്തിൽ നിങ്ങൾ പലപ്പോഴും അതിനെക്കുറിച്ച് ആദ്യം പ്രതിപാദിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ 100 കോളേജുകൾ തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഏതാണ്ട് 50ാമത്തെ സ്ഥാനം കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രാമപ്രദേശത്ത് മാവേലിക്കര പോലുള്ള ഒരു ചെറിയ പട്ടണത്തിലുള്ള ഒരു കോളേജാണ്. അപ്പോൾ അങ്ങനെ ഒരു കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് എന്ന് പറയുന്നതിൽ, അതിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം നമ്മൾക്ക് ഒരു ദിവസം ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന പല പരിപാടികളുണ്ട്. സംഘടനയുമായി ബന്ധപ്പെട്ട അധ്യക്ഷൻ പ്രസംഗമുണ്ട്, അവിടെയും കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയും. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാതെ നേരെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് സംഘടനയുടെ പ്രസിഡൻറ്റും ഈ പരിപാടിയുടെ ചെയർമാനുമായ ശ്രീ KG മുകുന്ദനാണ്. പ്രത്യേകിച്ച് ഒരു സ്വാഗതത്തിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നിയാലും കഴിഞ്ഞ 8 മാസക്കാലമായി ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് സജീവ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ KG മുകുന്ദനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ജനുവരി 26 നമ്മളൊരു പ്രോഗ്രാം നടത്തി, കർട്ടൻ റൈസർ പ്രോഗ്രാം. അതായത് കോളേജിൻ്റെ ഡയമണ്ട് ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു സംഗമം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തണം എന്നാഗ്രഹിച്ചപ്പോൾ അതിന് മുന്നോടിയായി ഒരു കർട്ടൻ റൈസർ പ്രോഗ്രാം നടത്തിയപ്പോൾ അവിടെ വെച്ചാണ് ഈ പ്രോഗ്രാമിന് രിഗമ എന്ന പേരിട്ടത്. രിഗമ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾ പലരും ഇതുവരെ സുവനീറിൽ നിന്നും ഇവിടെ ഡിജിറ്റൽ ആൽബത്തിൽ നിന്നുമൊക്കെ മനസ്സിലാക്കി കാണും. ഞാൻ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. അന്ന് മുതൽ അതിനുശേഷം അതിന് പല കമ്മിറ്റികൾ ചേർന്ന് അതിനൊരു ഡേറ്റ് തീരുമാനിച്ചു, ഓഗസ്റ്റ് 9. കാരണം നാട്ടിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ ഉള്ള എല്ലാ അംഗങ്ങൾക്കും പങ്കെടുക്കാനുള്ള ഒരു സൗകര്യപ്രദമായ ഒരു ഡേറ്റ് എന്നുള്ള നിലയിലാണ് ഓഗസ്റ്റ് 9 നമ്മൾ എത്തിച്ചേർന്നത്. അതിനുശേഷം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത, ആരായിരിക്കണം നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ അതിഥി, ഉദ്ഘാടകൻ. നമ്മൾ പല പേരുകൾ ചിന്തിച്ചു. അവസാനം കമ്മിറ്റി എടുത്ത ഐകകണ്ഠേന എടുത്ത ഒരു തീരുമാനമാണ്, നമ്മുടെ കോളേജിൽ നിന്ന് ധാരാളം പ്രതിഭകൾ പോയിട്ടുണ്ടല്ലോ, അതിലൊരാളായിരിക്കണം ഈ കോളേജിൻ്റെ ഈ രിഗമ 25ൻ്റെ ഉദ്ഘാടകനും. ആ ചിന്തയിൽ നിന്നാണ് നമ്മൾ കോളേജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥിയായ സ്വാമിജി ഞങ്ങൾ എത്തിച്ചേർന്നത്. ഒരു മുഖവുരയുടെ ആവശ്യം ഉണ്ടോ? ഇല്ലല്ലോ. സ്വാമിജിയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അധിക പ്രസംഗമായിപ്പോകും. മലയാളിയുടെ, കേരളത്തിൻ്റെ അഭിമാനമാണ്, ഇന്ത്യയുടെ അഭിമാനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അദ്ദേഹവും ഞാനും ഒക്കെ ഒരേ കാലഘട്ടത്തിലൂടെ പഠിച്ചിരുന്നു എന്നുള്ള സന്തോഷം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം നേരിട്ട് കാണുമ്പോഴും ആ പഴയ സ്മരണകളൊക്കെ അയവിറക്കാൻ സാധിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരുന്നത്, ഭാരതത്തിലെ ആതുര സേവന രംഗത്തും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും വലിയ മുന്നേറ്റം നടത്തുന്നതിന് മഠത്തിൻ്റെ നേതൃത്വത്തിലുള്ള സാധിച്ചിട്ടുണ്ട്. അതിന് സജീവ നേതൃത്വം നൽകുന്ന വ്യക്തി എന്ന നിലയിൽ കൂടി ഈ കോളേജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥിയായ സ്വാമിജി അമൃത സ്വരൂപാനന്ദപുരിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ, ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ കോളേജിൻ്റെ മാനേജരും CSI മധ്യകേരള ബിഷപ്പുമായ നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയാണ്, റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനിയാണ്. അദ്ദേഹത്തെ ഞങ്ങളൊരു 4 മാസം മുമ്പ് കണ്ട് ഈ ഡേറ്റ് മാറ്റിവെക്കണം, ഇന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ സർവാത്മാന സ്വീകരിച്ച് അദ്ദേഹം ഈ സമയത്ത് തന്നെ എത്തിച്ചേർന്ന് നമ്മുടെ ഡിജിറ്റൽ ആൽബം നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ ഉദ്ഘാടനം ചെയ്തു. സമയ ചുരുക്കം കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള പ്രോഗ്രാം ചെയ്തതാണ്. കോളേജിൻ്റെ മാനേജർ എന്നുള്ള നിലയിൽ കൂടിയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും തിരുമേനിയെ
വളരെ സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. കോളേജിൻ്റെ മറ്റൊരു പ്രതിഭയാണ് നമ്മുടെ മന്ത്രി ശ്രീ സജി ചെറിയാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേക്കുറിച്ച് ഒരു പ്രത്യേകിച്ചൊരു മുഖവുര ആവശ്യമില്ല. മാവേലിക്കരയ്ക്കുടെ തൊട്ടടുത്ത പ്രദേശമായ ചെങ്ങന്നൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സജി ചെറിയാൻ, എനിക്ക് തോന്നുന്നു കോളേജ് വിദ്യാഭ്യാസ കാലത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ നേതൃത്വ നിലയിലേക്ക് വരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് എന്ന് മാത്രമല്ല, നമ്മുടെ കോളേജ് ഈ രിഗമയുടെ ഭാഗമായിട്ട് നമ്മൾ ഇറക്കിയ ഒരു സുവനീർ നമ്മൾ എല്ലാവരുടെയും ബാഗിലുണ്ട്. ആ സുവനീറിൻ്റെ പരസ്യം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒത്തിരി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. 2-3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി നേരിട്ട് കാണാനുള്ള ഭാഗ്യവും ഉണ്ടായി. കോളേജിൻ്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി സജി ചെറിയാനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥി അല്ലാത്ത മറ്റൊരാളുള്ളത് ശ്രീ കമലാണ്. അദ്ദേഹം പൂർവ്വ വിദ്യാർത്ഥിയാണ്, നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി അല്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരാളെ നമ്മൾ ചിന്തിച്ചപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വന്ന പേരുകളിൽ ഒന്നായിരുന്നു ശ്രീ കമലിൻ്റെന്ന്. അതിന് വളരെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. മലയാളിയുടെ പ്രിയപ്പെട്ട സിനിമ സംവിധായകനാണ്. അതുകൂടാതെ കേരള ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാൻ കൂടിയാണ്. അദ്ദേഹവും എറണാകുളത്ത് നിന്ന് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നു. ഈ പരിപാടിയിൽ കമലദളം എന്ന ഈ പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രിയപ്പെട്ട ശ്രീ കമലിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യും. കോളേജിൻ്റെ പ്രിൻസിപ്പൽ, പ്രത്യേകിച്ച് ഒരു സ്വാഗതത്തിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം നമ്മുടെ കോളേജിന് വേറൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇടവിട്ട് പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സംഘടനയുടെ പ്രവർത്തനത്തിൽ ഒത്തിരി സഹകരണമൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒട്ടും കുറവില്ലാത്ത സഹകരണം അല്പം കൂടുതൽ ഉണ്ട് എന്ന് പറയുന്നതിലും എനിക്ക് പിശുക്കൊന്നുമില്ല. അങ്ങനെ ഈ പരിപാടിക്കെല്ലാ സഹകരണവും തരുന്ന ഈ പരിപാടിക്ക് മാത്രമല്ല, പൂർവ്വ വിദ്യാർത്ഥി സംഘടന കോളേജിലും ഓഡിറ്റോറിയത്തിലും ഒക്കെ അല്ലാതെ പുറത്ത് എവിടെയൊക്കെ ഏത് പരിപാടി നടത്തിയാലും അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ട്. പ്രിയപ്പെട്ട കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിത്ത് മാത്യു എബ്രാം സാറിനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മാവേലിക്കരയുടെ പ്രിയപ്പെട്ട MLA ശ്രീ അരുൺകുമാർ, അദ്ദേഹം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇനി ഇരിക്കുന്നവരെല്ലാം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഞാൻ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് പറയുന്നില്ല. ശ്രീ അരുൺകുമാർ, അതുപോലെ തന്നെ റാന്നി MLA പ്രമോദ് നാരായൺ, അതുപോലെ മാവേലിക്കരയുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ നയനാൻ സി കുറ്റിശ്ശേരിൽ, അതുപോലെ എൻ്റെ ക്ലാസ്മേറ്റ്, ഞങ്ങൾ ഒരു പ്രീ ഡിഗ്രിക്ക് ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ്. അതുകൊണ്ട് തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ മോഹൻകുമാർ, അതുപോലെ ഈ പ്രോഗ്രാമിൻ്റെ ജോയിൻറ്റ് ജനറൽ കൺവീനറായ നബീർ അബ്ദുൽ കരീം, വേദിയിലിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഞാൻ വളരെ ഹാർദവമായി നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ തഴക്കര പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഈ വാർഡ് മെമ്പർ, അതുപോലെ തന്നെ ഇതൊരു ഗ്ലോബൽ മീറ്റ് എന്നുള്ള നിലയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, കുവൈറ്റ്, ബഹ്റൈൻ, UAE, ഓസ്ട്രേലിയ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കം ഒരു പറ്റം ആൾക്കാരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പൂർവ്വ അധ്യാപകരായിട്ടുള്ള ഒരു പറ്റം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആദ്യകാലം മുതൽ നമ്മുടെ കോളേജിൽ പഠിച്ചിരുന്ന 64 ബാച്ചിൽ പഠിച്ചിരുന്ന കുറേ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. കോളേജിൻ്റെ ആദ്യകാല സ്പീക്കറായിരുന്ന, അന്ന് കോളേജ് യൂണിയൻ ചെയർമാൻ എന്നല്ല, സ്പീക്കറായിരുന്ന മാന്യദേഹം എത്തിയിട്ടുണ്ട്. അനധ്യാപകരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിക്ക് വേണ്ടി എത്തിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Thank you. That was indeed a beautiful welcome speech. Now it's the turn of the captain of Rigama 2025. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ KG മുകുന്ദനെ ക്ഷണിച്ചുകൊള്ളുന്നു.
വേദിയിലുള്ള സംപൂജ്യരായ വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള ബഹുമാന്യരെ, ഇത് ഒരു പ്രസംഗത്തിനുള്ള വേദിയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വെൽക്കം സ്പീച്ച്, സ്വാഗത പ്രസംഗത്തിന് നമ്മൾ കൊടുത്തിരുന്നത് 8 മിനിറ്റാണ്. 3 മിനിറ്റൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യം ആ 3 മിനിറ്റ് അധ്യക്ഷ പ്രസംഗം കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ വൈകിയാണ് മീറ്റിംഗ് തുടങ്ങിയത്. ഇന്ന് ഒരു പകല് സമയബന്ധിതമായി തീർക്കേണ്ട പരിപാടികൾ ക്രമീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ തീർക്കണമെങ്കിൽ ഈ മീറ്റിങ്ങും സമയത്തിന് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇവിടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവശത മറന്ന് നമ്മുടെ പൂർവ്വ അധ്യാപകരായിട്ടുള്ള 2 ഡസനിലേറെ വ്യക്തിത്വങ്ങൾ, ആദരണീയ വ്യക്തിത്വങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാം ഇന്നത്തെ പകൽ കഴിഞ്ഞ് പോകുമ്പോൾ ഏറെ സംതൃപ്തിയോടെ ഇവിടെ ഇന്ന് ഒരു ദിവസം ചെലവഴിച്ചത് ഒട്ടും മോശമായില്ല, അല്ലെങ്കിൽ അത് ഏറ്റവും ഫലപ്രദമായി എന്ന ചിന്തയോടുകൂടി പോകുന്നെങ്കിൽ മാത്രമാണ് ഈ ആഗോള സംഗമം അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തുന്നത് എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ യോഗം എന്ന് ഉള്ളത് ഏറെ സന്തോഷമുണ്ടാക്കുന്നതാണ്. ഒരുപക്ഷേ നമ്മുടെ കലാലയത്തിൻ്റെ ചരിത്രത്തിൽ എന്നും അടയാളപ്പെടുത്താവുന്ന നിലയിൽ ഒരു ആഗോള സംഗമം ആദ്യമായി സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ ചുമതല വഹിക്കുവാൻ കഴിഞ്ഞ ഒരു നിയോഗം വളരെ ഈശ്വരാനുഗ്രഹമാണ്. നന്മയായി എൻ്റെ മനസ്സിൽ ഞാൻ സൂക്ഷിക്കുകയാണ്. ഒരു പറ്റം ആളുകളുടെ, കോളേജ് പ്രിൻസിപ്പൽ അടക്കമുള്ള അധികാരികളുടെ, മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ സഹകരണം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു. ഇവിടെ ഈ മഹത്തായ സ്ഥാപനം ആരുടെ നാമധേയത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നതെന്ന് നമുക്കറിയാം. പുണ്യാത്മാവായ ബിഷപ്പ് മൂറിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു പ്രവർത്തനവും മോശമാകത്തില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട്. ഇതിൻ്റെ സ്ഥാപക പ്രിൻസിപ്പലായി എത്തിയ 25 വർഷക്കാലം ഈ സ്ഥാപനത്തെ വളരെ കർമ്മശേഷിയോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി, രചനാത്മകമായ സമീപനത്തോടുകൂടി നയിച്ച പ്രിൻസിപ്പൽ അച്ഛൻ എന്നുള്ള റവറൻ KC മാത്യു അച്ഛനെ ഞാൻ ഓർക്കുന്നു. ഇവിടെ പഠിപ്പിച്ച പൂർവാധ്യാപകർ, അതിനുശേഷം വന്ന പ്രിൻസിപ്പൽമാർ, ആ ഗുരുപരമ്പരയെല്ലാം ഓർക്കുന്നു. ഗുരുപരമ്പരയുടെ നന്മയാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് സമ്പന്നമായ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിവിടെ ബോധ്യപ്പെടുകയാണ്. ആ സമ്പന്നമായ സംസ്കാരത്തിന് ജീവിതയാത്രയിൽ എന്തെങ്കിലും വിജയമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടെ എത്തിയിരിക്കുന്നവരെല്ലാം ഓരോ പ്രസ്ഥാനത്തിൻ്റെ വലിയ അമരത്തിരിക്കുന്നവരാണ്. എത്രയോ ആളുകളെ ഞാൻ കാണുന്നു. അവരെല്ലാം എത്ര മഹത്തായ സ്ഥാനങ്ങളിലിരിക്കുന്നവരാണ്. അത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ സ്ഥാപനത്തിൻ്റെ നന്മയാണ് എന്ന് കരുതുന്നു. നമ്മൾ തിരിച്ചു നൽകാത്ത വായ്പ ഒട്ടേറെ തന്ന ഒരു സ്ഥാപനമാണിത്. തിരിച്ചടവില്ലാത്ത വായ്പ നമ്മളെല്ലാം ഏറ്റുവാങ്ങിയതാണ്. ആ വായ്പ നമ്മൾ നൽകുന്നത് ഇതുപോലെയുള്ള കൂടിച്ചേരലുകളിൽ നമ്മുടെ നന്മ അറിയിച്ചുകൊണ്ടാണ്. ഇത് സൗഹൃദത്തിൻ്റെ ധന്യതയും സ്നേഹത്തിൻ്റെ പുണ്യവുമുള്ള ഏറ്റവും മനോഹരമായ ഒരു സമ്മേളനമാണ്. ഈ സമ്മേളനത്തിലെത്തിയിരിക്കുന്ന ഇവരെല്ലാം ആഗോളതലത്തിൽ അറിയപ്പെടുന്നവരായ പൂർവ്വ വിദ്യാർത്ഥികളാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സദസ്സിലുള്ളവരും അതേ മാനദണ്ഡത്തിൽ ഞങ്ങൾ കണക്കാക്കുന്നു. എല്ലാവരെയും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് സ്റ്റേജിൽ ഒരു പ്രസംഗത്തിന് കഴിയില്ല എന്നതുകൊണ്ടാണ് ഇതൊരു പരിമിതപ്പെടുത്തിയത് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കത്തില്ല. തീർച്ചയായിട്ടും എനിക്ക് 8 മിനിറ്റ് തന്നു, ഞാൻ 6 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാം അത്യധികമായ സന്തോഷത്തോടെ, ആ സന്തോഷത്തിന് ഒരു കുറവുമില്ല, അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇത്രയും ആളുകളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, പൂർവ്വ അധ്യാപകരെ ഒത്തുകൂട്ടുന്നതിന് കുറച്ച് ജോലികൾ ചെയ്തിട്ടുണ്ട്.
ആ ജോലികൾ ചെയ്തതിന് യാതൊരു വിഷമവുമില്ല. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടത്തെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഈ വരവിന് ദൂരെ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന, വളരെ ത്യാഗം സഹിച്ച് ഡൽഹിയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും USA-യിൽ നിന്നൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്നത്തേക്ക് മാത്രം വന്ന് നാളെ പോകുന്നവരുണ്ട്. വളരെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒട്ടേറെ ആളുകൾ എനിക്കിതിനകത്തുണ്ട്. അവരുടെ എല്ലാം ആ നല്ല മനോഭാവത്തെ, ഈ കലാലയത്തോട് അവർ കാണിക്കുന്ന സ്നേഹത്തെ, ആ വിശുദ്ധമായ ആ ഒരു സമീപനത്തെ അങ്ങേയറ്റം ആദരവോട് കണ്ടുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സംഘടനയുടെ പ്രസിഡൻ്റായി ഒരു നിയോഗം പോലെ ഈ സമയത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലുള്ള ആത്മാർത്ഥമായ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിലുള്ളവരെയും വേദിയിലുള്ളവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഗുരു സംസ്കൃതത്തിൽ ഡിസ്പെല്ലർ ഓഫ് ഡാർക്ക്നെസ് എന്നാണ്, ഇരുട്ടിനെ അകറ്റുന്നവൻ. അങ്ങനെ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഗുരുനാഥൻ ഇവിടെയുണ്ട്. ഞാൻ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുമ്പോൾ ആദ്യമായി ക്ലാസ് എടുത്തത് ഞങ്ങൾക്കാണ് ഈ കലാലയത്തിൽ വന്ന്. അന്ന് ആ ചെറുപ്പക്കാരനായ അധ്യാപകൻ, ഇപ്പോൾ മാറ്റമുള്ളത് ആ ഒരു ചെറിയ നര മാത്രമാണ്, വളരെ മാതൃകയായ വ്യക്തി, നമ്മുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ രഞ്ജിത്ത് മാത്യു എബ്രഹാം സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ആമുഖപ്രസംഗത്തിനായി. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ KG മുകുന്ദൻ സാറ്, അഭിവന്യ തിരുമേനി റൈറ്റ് റെവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയൻ, പൂജന്യ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി, ആദരണീയനായ മന്ത്രി ശ്രീ ഷജി ചെറിയാൻ അവർകൾ, ഫിലിം ഡയറക്ടർ ശ്രീ കമൽ, ബഹുമാനപ്പെട്ട മാവേലിക്കര MLA ശ്രീ MS അരുൺകുമാർ, ബഹുമാനപ്പെട്ട റാന്നി MLA ശ്രീ പ്രമോദ് നാരായണൻ, മാവേലിക്കര മുനിസിപ്പൽ ചെയർമാൻ നൈനാൻസി കുട്ടിശ്ശേരിൽ, തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ K മോഹൻകുമാർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കണം എന്നുള്ള ആലോചന നടന്നപ്പോൾ നമുക്ക് വന്ന ഒരു ആലോചനയായിരുന്നു ബിഷപ്പ് മൂർ കോളേജ് അലുമിനൈ, ഗ്ലോബൽ അലുമിനൈ ഗെറ്റ് ടുഗദർ നമുക്ക് നടത്തണമെന്ന്. ഈ ആലോചന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുമായിട്ട് ഞങ്ങൾ പങ്കുവെച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഏകദേശം 8 മാസം വളരെ ക്രിയാത്മകമായി ആലോചിക്കുകയും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തിയത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ്. ഈ അവസരത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഭാരവാഹികളെയും എല്ലാ അംഗങ്ങളെയും ഞാൻ അനുമോദനം അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. ഈ അവസരത്തിൽ മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലെ എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ആശംസകൾ പ്രത്യേകം അറിയിച്ചു കൊള്ളുന്നു. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ് 1964 2 ഓലമേഞ്ഞ ഷെഡുകളിലാണ് ഇതിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അന്ന് 19 അധ്യാപകരും 469 വിദ്യാർത്ഥികളുമായിട്ടാണ് പ്രീ ഡിഗ്രി കോളേജായിട്ട് ഈ സ്ഥാപനം ആരംഭിച്ചത്. ഇന്ന് ദേശീയ തലത്തിൽ ഏറ്റവും മികച്ച കോളേജുകളുടെ പട്ടികയിൽ 62ാം സ്ഥാനം ബിഷപ്പ് മൂർ കോളേജിന് നേടാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം വലിയ ചരിത്രവും പാരമ്പര്യവും ഒക്കെയുള്ള അനേകം കോളേജുകൾ ഈ രാജ്യത്തുണ്ട്. ഈ പാരമ്പര്യമുള്ള അനേകം കോളേജുകളുടെ ഇടയിൽ ഈ കൊച്ചു ഗ്രാമത്തിൽ, കല്ലുമല എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ വെറും 60 വർഷം മാത്രം പ്രായമുള്ള ഈ സ്ഥാപനത്തിന് തുടർച്ചയായിട്ട് 6 വർഷവും രാജ്യത്തെ ഏറ്റവും മികച്ച 100 കോളേജുകളുടെ പട്ടികയിൽ ഇടം നേടാൻ സാധിച്ചു എന്നുള്ളത് ഞാനൊരു അത്ഭുതമായിട്ടാണ് കരുതുന്നത്. ഇതിൽ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. KC മാത്യു അച്ഛൻ എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആ വാചകം, God said let there be light and there was light. God said let there be Bishop Moore College and there was Bishop Moore College.
ദിവ്യമായ ഒരു നടത്തിപ്പ് ഈ സ്ഥാപനത്തിൽ എപ്പോഴുമുണ്ട്. ദൈവത്തിൻ്റെ ഒരു കാവൽ എപ്പോഴും ഈ സ്ഥാപനത്തിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ കോളേജിന് ഈ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിച്ചത്. ഇപ്പോൾ രാജ്യത്തുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നേടേണ്ടിയ എല്ലാ അക്രഡിറ്റേഷനുകളും നേടിയ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടേത്. നാക് അക്രഡിറ്റേഷനിൽ A+ ഗ്രേഡും സാക് അക്രഡിറ്റേഷനിൽ A ഗ്രേഡും KIRF റാങ്കിങ്ങിൽ 30-ാം സ്ഥാനവും അങ്ങനെ NIRF റാങ്കിങ്ങിൽ 62-ാം സ്ഥാനവും അങ്ങനെ എല്ലാ അക്രഡിറ്റേഷനും നേടിയ ഒരു സ്ഥാപനമാണ് നമ്മുടേത്. ഇപ്പോൾ നമ്മുടെ കോളേജിൽ 11 അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, 5 പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം, 2 റിസർച്ച് പ്രോഗ്രാം, 75 അധ്യാപകരും 28 നോൺ ടീച്ചിങ് സ്റ്റാഫും 1100 വിദ്യാർത്ഥികളോളം നമ്മുടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഗവേഷണ രംഗത്ത് 300-ലധികം ആർട്ടിക്കിൾസ് നമ്മുടെ ഗവേഷകർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പേറ്റന്റ് 2 ശാസ്ത്ര പേറ്റന്റുകൾ നമ്മുടെ കോളേജ് നേടിയിട്ടുണ്ട്. നമ്മുടെ 5 വിദ്യാർത്ഥികൾ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ കാസിൽ അവിടെ ഗവേഷണം നടത്തുന്നുണ്ട്. ഈ ഒരു വർഷം 60-ാം വർഷം ബിഷപ്പ് മൂർ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ ഒരു വർഷമായിരുന്നു. ഹരിത കേരള മിഷൻ്റെ നെറ്റ് സീറോ എമിഷൻ അവാർഡ് നമുക്ക് ഈ വർഷം നേടുവാൻ സാധിച്ചു. ആലപ്പുഴ ജില്ലയിലെ ബെസ്റ്റ് കോളേജ് അവാർഡ് ഫോർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് എന്ന അവാർഡ് നമുക്ക് ഈ വർഷം നേടുവാൻ സാധിച്ചു. ഗ്രീൻ ക്യാമ്പസ് സർട്ടിഫിക്കറ്റ് ഫ്രം ദി തഴക്കര പഞ്ചായത്ത്, MLA award for the best social justice cell, best palliative care unit award of the national service scheme. അങ്ങനെ അനേകം അവാർഡുകൾ ഈ വർഷം ബിഷപ്പ് മൂർ കോളേജിന് നേടുവാൻ സാധിച്ചു. ബിഷപ്പ് മൂർ കോളേജിൻ്റെ നേട്ടങ്ങളുടെ പിന്നിലെല്ലാം പൂർവ്വ വിദ്യാർത്ഥി സംഘടന വളരെ ശക്തമായ പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഗോൾഡൻ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഗോൾഡൻ ജൂബിലി ഗേറ്റ് പണിയുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ സഹായം, ലൈബ്രറി കെട്ടിടം പണിയുമ്പോൾ ആ സമയത്ത് നൽകിയ സഹായം, നമ്മൾ ഇപ്പോൾ ഈ പരിപാടി നടക്കുമ്പോൾ ഇതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ കേർട്ടൻസ് സംഭാവന ചെയ്തത്, പഴയ ലൈബ്രറിയുടെ ഫാക്കേഡ് അവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയ സംഭാവന, അങ്ങനെ അനേകം പിന്തുണയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ളത്. ഈ അവസരത്തിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നത്, ബിഷപ്പ് മൂർ കോളേജിൻ്റെ ഏറ്റവും വലിയൊരു സമ്പത്താണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ. ഏതൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിനും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ശക്തമായ സഹായവും പിന്തുണയും ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ നൽകുവാൻ സാധിക്കും. ഈ അവസരത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വ്യക്തികളായും ബാച്ചുകളായും ഡിപ്പാർട്ട്മെൻറ്റുമായും നിങ്ങൾ അലൂമിനായി ഗെറ്റ് ടുഗദർ കൂടുമ്പോൾ ബിഷപ്പ് മൂർ കോളേജിൻ്റെ വികസന പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ബാച്ചായും ഡിപ്പാർട്ട്മെൻറ്റായും ഒക്കെ നിങ്ങൾക്ക് പങ്കാളികളാകുവാൻ സാധിക്കും. ബിഷപ്പ് മൂർ കോളേജിൻ്റെ ക്ലാസ് റൂമുകൾ ഹൈടെക് ആക്കുവാൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്മാർട്ട് ബോർഡ് അല്ലെ ഒരു സ്മാർട്ട് TV സംഭാവന ചെയ്യുന്നതിൽ കൂടി ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. അതുപോലെ കോൺഫറൻസുകൾ, സെമിനാറുകൾ ഒക്കെ സ്പോൺസർ ചെയ്യുവാനും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് സാധിക്കും. അതുപോലെ ബിഷപ്പ് മൂർ കോളേജിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളെ വ്യക്തികളായും ക്ലാസ്സുകളായും ഡിപ്പാർട്ട്മെൻറ്റുകളായും ഞാൻ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഈ പരിപാടി വളരെ മനോഹരമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദനവും അനുമോദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഭാവിയിൽ ബിഷപ്പ് മൂർ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായവും പിന്തുണയും ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഷജി ചെറിയാൻ അവർകൾ വേദിയിലിരിക്കൊണ്ട് മന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രാവശ്യം ഞാൻ ബിഷപ്പ് മൂർ കോളേജിൻ്റെ ആവശ്യവുമായിട്ട് ചെന്നപ്പോൾ വളരെ സ്നേഹത്തോടെ എന്നെ സ്വീകരിക്കുകയും ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും അന്ന് ഓഫീസ് സെക്രട്ടേറിയറ്റിൽ വെച്ച് ചെയ്തു തന്നു. ഈ അവസരത്തിൽ മന്ത്രിയോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ. ഇത്തരം കൂടിച്ചേരലുകൾക്കുപരിയായി നമ്മുടെ കലാലയത്തിന് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ
ഒന്നിച്ച് അത് ചെയ്യും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് എ റോൾ മോഡൽ ഫോർ ഓൾ ഓഫ് എസ്. താങ്ക് യു. ഇനി നമ്മൾ പോകുന്നത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കെന്ന് പ്രതീകാത്മകമായി കാണിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ്. ദീപം തെളിയിക്കലാണ്. ദീപം തെളിയിക്കുന്നതിനായി നമ്മുടെ എല്ലാ വിശിഷ്ട അതിഥികളെയും നിലവിളക്കിനടുത്തേക്ക് ക്ഷണിക്കുകയാണ്. തമസോ മാ ജ്യോതിർഗമയ. താങ്ക് യു ഓൾ. എല്ലാ വിശിഷ്ട അതിഥികൾക്കും തിരികെ വേദിയിലേക്ക് ഉപവിഷ്ടരാകാവുന്നതാണ്. ഇനി ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ സമയമാണ്. കേരളത്തിൻ്റെ ആത്മീയ നഭസിൽ നക്ഷത്ര ശോഭ പരത്തുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി ആദരണീയനായ സ്വാമി അമൃതസ്വരൂപാനന്ദപുരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓം അമൃതേശ്വരിയൈ നമഃ. അമൃതം അമൃതത്വം ആണ്. അനശ്വരതയാണ് ശാശ്വതമാണ്, നിത്യമാണ്. ആ അനശ്വരതയ്ക്കുടെ മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ ചൊല്ലിയ നാമത്തിൻ്റെ അല്ലെങ്കിൽ മന്ത്രത്തിൻ്റെ അർത്ഥം. റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ, സംവിധായകൻ ശ്രീ കമൽ, ബിഷപ്പ് മൂർ കോളേജിലെ ആദരണീയരായ പൂർവ്വ അധ്യാപകർ, അലംനൈ അസോസിയേഷൻ സംഘാടകർ, എൻ്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ബിഷപ്പ് മൂർ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി നമ്മളെ വിട്ടുപിരിഞ്ഞ ആദരണീയനായ ശ്രീ KC മാത്യു അച്ഛൻ, മറ്റ് സ്നേഹസമ്പന്നരായ അധ്യാപകർ, പിന്നെ മറ്റ് പലരും, ഈ അന്തരീക്ഷത്തിനോട് ഇഴുകിച്ചേർന്ന പലരും, അവരെ എല്ലാവരെയും ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്മരിക്കട്ടെ. അവരുടെ അസാന്നിധ്യം, ശാരീരികമായ അസാന്നിധ്യം 70കളിലും 80കളിലും ഇവിടെ പഠിച്ച, ഇവിടെ എത്തിയിട്ടുള്ള പലർക്കും എനിക്കുൾപ്പെടെ അനുഭവപ്പെടുന്നുണ്ടാകും. എന്നാൽ അവരുടെ സൂക്ഷ്മമായ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്നിച്ചുകൂടി ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷം തോന്നുന്നുണ്ടാകും. അവരെല്ലാം നന്ദിപൂർവ്വം സ്മരിക്കുന്നു.
76 മുതൽ 79 വരെ ഈ കലാലയം എൻ്റെയും സഹപാഠികളുടെയും ഞങ്ങളുടെ കാലഘട്ടത്തിൽ പഠിച്ച മറ്റ് വിദ്യാർത്ഥികളുടെയും സ്വർഗമായിരുന്നു. 45 വർഷങ്ങൾ കഴിയുന്നു ഈ കലാലയത്തിനോട് യാത്ര പറഞ്ഞിട്ട്. എന്നാൽ ഇന്നും ബിഷപ്പ് മൂർ കോളേജും ഞങ്ങൾ പഠിച്ച കാലഘട്ടവും അതിൻ്റെ ഓർമ്മകൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഹൃദയപൂർവ്വം സ്മരിക്കാതിരിക്കാൻ കഴിയില്ല. ഈ മണ്ണും ഈ അന്തരീക്ഷവും ഇവിടുത്തെ കാറ്റിൻ്റെ ഗന്ധവും ഒക്കെ എൻ്റെ മനസ്സിൽ ആഴ്ന്ന് പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും വീട് പലതാണ്. ജനിച്ച വീട്, വളർന്ന വീട്, അച്ഛൻ്റെ വീട്, അമ്മയുടെ വീട്, പിന്നെ കേരളത്തിന് വെളിയിൽ പോയവർക്ക് അവിടെ വീട്, വിദേശ രാജ്യങ്ങളിലേക്ക് പോയവർക്ക് അവിടെ വീടുകൾ, പിന്നെ ഇന്നത്തെ കാലത്ത് പ്രായമാകുമ്പോൾ മറ്റൊരു വീടുണ്ട്, ഓൾഡ് ഏജ് ഹോം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വീടുകൾ ഉള്ളവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഞങ്ങൾ പഠിച്ച കാലഘട്ടത്തിൽ വീടുകൾ പലതുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ തറവാട് ഈ ബിഷപ്പ് മൂർ കോളേജ് ആയിരുന്നു. ശനി ഞായർ ഉൾപ്പെടെയുള്ള എല്ലാ അവധി കാലങ്ങളിലും ഈ കലാലയത്തിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ജീവിതം. എന്ന് വെച്ചാൽ അന്ന് പോലും വീട്ടിൽ പോയിരുന്നില്ല എന്നർത്ഥം. ഒരു വല്ലാത്ത ഹൃദയബന്ധമായിരുന്നു. ബന്ധങ്ങൾ ഉറയ്ക്കുന്നത് സ്നേഹമുള്ള ഹൃദയങ്ങൾ ചുറ്റിനും ഉള്ളപ്പോഴാണ്. അതായിരുന്നു ഇവിടം. വാസ്തവത്തിൽ 1976 മുതൽ 1979 വരെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഞാനും താമസിച്ചിരുന്ന സ്വന്തം വീട്, അവിടെ ഞാൻ അതിഥിയായിട്ട് പോകാറുണ്ടായിരുന്നു. പലപ്പോഴും അവിടെ പോകുമ്പോൾ അന്ന് അച്ഛൻ പൂമുഖത്തിരുന്ന് ഉറക്കെ പറയും, ഇതാ ഇവിടെ കണ്ട് നല്ല പരിചയമുള്ള ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമായിരുന്നു. പാട്ടും നാടകവും ഗാനമേളയും NSSും NCCയും സഹോദരതുല്യം സഹിച്ചിരുന്ന കുറേ അധ്യാപകരും വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും. യഥാർത്ഥത്തിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന അധ്യാപകരും ഞങ്ങളും വിദ്യാർത്ഥികളും തമ്മിൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധം ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതിലും വലിയതായിരുന്നു, അതിനും ഉപരിയായിരുന്നു. അതുക്കും മേലെ എന്നൊരു ഡയലോഗുണ്ടല്ലോ എവിടെയോ എന്ന് പറയുന്നത് പോലെ സഹോദരന്മാരായിരുന്നു. ഞങ്ങളെ ഇളയ സഹോദരന്മാരെ പോലെ ആയിരുന്നു അവരെല്ലാവരും കരുതിയിരുന്നത്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ചിലരുണ്ട്. ശ്രീ രാജൻ വർഗീസ്, ശ്രീ മാത്യു ഗേബ്രിയൽ, ശ്രീ രാജ്കുമാർ തോംസൺ, ഇവരെല്ലാവരും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ സന്നിഹിതനായിട്ടുള്ള ശ്രീ VC ജോൺ. 2015 ഒരു ദിവസം എനിക്കിവിടെ വരണമെന്ന് വല്ലാതെ മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ വളരെ രഹസ്യമായി ഇവിടെ വന്നു. ഒരു ഞായറാഴ്ചയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അന്ന് പ്രിൻസിപ്പാളായിരുന്ന അദ്ദേഹം എങ്ങനെയോ ഇതറിഞ്ഞ് എന്നെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഒരു 3-4 പേരുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അയ്യോ ഇതൊരു സ്കൂള് പോലെയുള്ളല്ലോ, വളരെ ചെറുതാണല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആരോ ചങ്കിനിട്ടൊരു കുത്തുകുത്തിയ പോലെ തോന്നി എനിക്ക്. ഞാൻ പറഞ്ഞു, മോനെ നീ കോളേജിൽ പോകാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിനുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഈ കൊച്ചു സ്ഥാപനത്തിനെ ചങ്കിലേറ്റി നടത്തുന്നുണ്ട്. അവരുടെയൊക്കെ ഹൃദയത്തിൽ കുടി കയറി പാർക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചുവെങ്കിൽ ഇതിൻ്റെ ശക്തിയും ആകർഷണവും
നിനക്കറിയാൻ സാധിക്കില്ല. നീ ഇതിനെ കൊച്ചനെ പറയും. ഈ അടുത്ത കാലത്തൊരു പഴയ സുഹൃത്തിനെ കാണാനിടയായി. എങ്ങനെയുണ്ട് ജീവിതം എന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, റിട്ടയറായി, സന്തോഷം, സമാധാനം, ഇഷ്ടംപോലെ സമയം. ഞാൻ പറഞ്ഞു, അത് കൊള്ളാമല്ലോ. കാരണം ഇന്ന് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണല്ലോ അങ്ങ് സംസാരിക്കുന്നത്. അഭിനന്ദനങ്ങൾ. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, പക്ഷേ ഈ സന്തോഷം, സമാധാനം, തൃപ്തി എന്നൊക്കെ പറയുന്നത് വലിയ കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളല്ല. നമ്മളൊക്കെ സന്തോഷം എന്ന് പറയുന്നത് നൈമിഷികമായിട്ടുള്ളൊരു ലൈറ്റ്നിങ് പോലെ ഇങ്ങനെ വന്നിട്ട് പോകുന്ന സന്തോഷത്തെക്കുറിച്ചാണ് നമ്മൾ സന്തോഷം എന്ന് പറയുക, ഇടവേളകളിൽ മാത്രം വന്നു പോകുന്ന. അപ്പം ഞാൻ ചോദിച്ചു, ഇതിൻ്റെ രഹസ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വലുതായൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാനും ഭാര്യയും തമ്മിൽ ഒരു വലിയ വാക്കുതർക്കമുണ്ടായി. ഒരു വല്ലാത്ത ഡിസഗ്രിമെൻ്റ്, അഭിപ്രായ വ്യത്യാസം. അപ്പോൾ അന്ന് വഴക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിലെത്തി. 50-50 ഇതായിരുന്നു എഗ്രിമെൻറ്റ്. 50-50. ഞാൻ പറഞ്ഞു, മനസ്സിലായില്ല. പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം ഞാനെടുക്കും, അത് ഭർത്താവ് എടുക്കും. ചെറിയ ചെറിയ തീരുമാനങ്ങളെല്ലാം നീ എടുത്തോളൂ. ഇതായിരുന്നു ഞങ്ങളുടെ തീരുമാനം, എഗ്രിമെൻറ്റ്. അതായത് അദ്ദേഹം തുടർന്നു, അടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകണം, അതുപോലെ ഇപ്പം വൈസ് പ്രസിഡൻ്റ് സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയാണ്, അത് ആരാകണം, പിന്നെ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അതെങ്ങനെ അവസാനിപ്പിക്കണം, അതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ, അതിൻ്റെ പേര് ശരിയായില്ല, അത് ഓപ്പറേഷൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്നാക്കണമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ തീരുമാനം. അത് ഇത്തരം വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും. പക്ഷേ മക്കളെ ഏത് സ്കൂളിൽ ചേർക്കണം, ഏത് കോളേജിൽ ചേർക്കണം, എവിടെ പഠിപ്പിക്കണം, വിദേശത്ത് പഠിപ്പിക്കണോ, ഇവിടെ പഠിപ്പിക്കണോ, ഫ്ലാറ്റ് പുതിയത് വാങ്ങുമ്പോൾ ഏത് ഫ്ലാറ്റ് വാങ്ങണം, എവിടെ വാങ്ങണം, പഴയ ഫ്ലാറ്റ് വിൽക്കണോ വാടകയ്ക്ക് കൊടുക്കണോ, പുതിയ കാറ് വാങ്ങുകയാണെങ്കിൽ ഏത് കമ്പനിയുടേത് വാങ്ങണം, ഏത് കളറായിരിക്കണം, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കും, ഭാര്യ. അപ്പോൾ ഇതാണ് 50-50 എഗ്രിമെൻ്റ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് കഥ കേട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു. ഒരുപക്ഷേ ഈ കഥ അദ്ദേഹം എവിടുന്നെങ്കിലും എടുത്തതായിരിക്കാം, യഥാർത്ഥത്തിൽ ജീവിതം സംഭവിക്കുന്നുണ്ടാവില്ല, അതൊരു കുറച്ച് രസകരമായി പറഞ്ഞതായിരിക്കാം. പക്ഷേ അദ്ദേഹം എന്നോട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കാനും ഓമനിക്കാനും കുറച്ച് നേരത്തേക്കെങ്കിലും മനസ്സിലൊരു സുഖവും കുളിർമയും അനുഭവിക്കാൻ ഞാൻ ചെയ്യുന്നത്, എൻ്റെ മനസ്സിനെ ഞാൻ സ്വതന്ത്രമായി ബിഷപ്പ് മൂർ കോളേജിലേക്ക് അയക്കും. ഒന്ന് സന്ദർശിച്ചു നീ അവിടെ പഠിച്ച കാലഘട്ടം, അതൊരു സുഖമാണ്. കുറച്ച് നേരമേ ഉള്ളുവെങ്കിലും അതൊരു സുഖമാണ്. എനിക്കും എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾക്കും ഇത് ആനന്ദഭവനമായിരുന്നു, ആനന്ദം നൽകുന്നു. പ്രശ്നങ്ങളില്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ പ്രശ്നങ്ങൾ അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. പ്രശ്നം എല്ലാവർക്കും എപ്പോഴും ഉണ്ട്. ഇപ്പോഴും ആ കൂട്ടത്തിൽ പഠിച്ച, ആ ബാച്ചിൽ പഠിച്ച, എൻ്റെ ക്ലാസ്സിൽ പഠിച്ച അനവധി പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഉത്തമ സുഹൃത്തുക്കളായിരുന്നു അവരെല്ലാവരും. എല്ലാവരുടെയും പേര് പറഞ്ഞാൽ ചിലപ്പോൾ ആരുടെയെങ്കിലും വിട്ടുപോയാലോ എന്നൊരാശങ്കയുണ്ട് എനിക്ക്. അതുകൊണ്ട് എല്ലാവരുടെയും പേര് പറയുന്നില്ല. പക്ഷേ 1-2 പേരുകൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിലൊന്ന് ജോൺ, എൻ്റെ ക്ലാസ്സിൽ പഠിച്ചൊരു ജോണുണ്ട്. ഡാലസിലാണിപ്പോൾ. എല്ലാ വർഷവും ഞങ്ങൾ അമേരിക്കയിൽ പോകുമ്പോൾ വന്ന് കാണും. നാട്ടിൽ വന്നാൽ ആശ്രമത്തിൽ വന്ന് കാണും. എപ്പോഴും ബന്ധമുണ്ട്, ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അതുപോലെ മധു, അന്ന് ക്രിക്കറ്റ് താരമായിരുന്നു. മറ്റൊരാൾ മുരളിയാണ്, അദ്ദേഹം ആശ്രമത്തിലെ നിത്യസന്ദർശകനാണ്. അപ്പം ഈ ഒരു ഊഷ്മളത, ഈ ഒരു ബന്ധം, ഈ അന്തരീക്ഷം നമുക്ക് നൽകിയ
പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരനുഭവം അതിപ്പോഴും ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം. ഈ അഹന്ത എന്ന് പറയുന്ന സാധനം എന്നും മനുഷ്യൻ്റെ സന്തത സഹചാരിയാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞാൻ ഈ ഒരു ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ അഹന്ത 3 തരത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, റിയലി ഈഗോയിസ്റ്റിക് പീപ്പിൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ അഹന്ത വളരെ പ്രത്യക്ഷത്തിൽ കാണിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രിക്കോഷണറി സ്റ്റെപ്സൊക്കെ എടുക്കാം, വേണമെങ്കിൽ ഒഴിഞ്ഞു പോകാം, ഈ അവിടുന്ന് വന്നാൽ നമുക്ക് ഇങ്ങനെ പോകാം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. രണ്ടാമത്, ഡിപ്ലോമാറ്റിക്കലി ഈഗോയിസ്റ്റിക് പീപ്പിൾ എന്നൊരു വിഭാഗമുണ്ട്. അവരും ഈ പറഞ്ഞതുപോലെ നമുക്ക് സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറച്ചങ്ങോട്ട് ചിരണ്ടി നോക്കിയാൽ അഹന്ത വരും. പക്ഷെ മൂന്നാമത്തെ വിഭാഗക്കാർ ഏറ്റവും അപകടം പിടിച്ച ആളുകളാണ്, ഹംബ്ലി ഈഗോയിസ്റ്റിക് പീപ്പിൾ. വളരെ വിനയാന്വിതരായി അഹങ്കാരം ഉള്ളവർ. നമ്മളെ കണ്ട നമസ്കാരം അങ്ങനെ പറയും. പക്ഷേ അപകടം എപ്പോൾ വരുമെന്നറിയില്ല. അപ്പോൾ ഈ അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുകയാണ്. അന്ന് അഹന്തയുണ്ട്, ഈഗോ ലെസ് എന്ന് പറഞ്ഞാൽ ലെസ് ഈഗോ എന്നേ ഞാൻ പറയുള്ളൂ. അത് പൂർണ്ണമായിട്ട് ഈഗോ ഇല്ലാത്ത അവസ്ഥയല്ല, ലെസ് ഈഗോ. അങ്ങനെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഈ കലാലയത്തിന് കഴിഞ്ഞു. ഇപ്പോഴും കാണണം എന്ന് വെച്ചാൽ കാണും, സംസാരിക്കണമെന്ന് വെച്ചാൽ സംസാരിക്കും. എളിമ, അവർ ഓരോ സ്ഥാനത്തിനനുസരിച്ചുള്ള ബഹുമാനവും ആദരവും കൊടുക്കും. ഒന്നിച്ച് പഠിച്ചവരാണ്, അതുകൊണ്ട് എന്തും പറയാം, എന്തും വിളിക്കാം, അങ്ങനെയൊന്നുമില്ല. അതിനൊന്നും ആവശ്യമില്ല. ആവശ്യമുണ്ടെന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ തലമുറ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഒരു കാര്യം ഈ റെസ്പെക്റ്റാണ്, ആദരവാണ്. പുച്ഛം അതൊരു വലിയ ഹാൾമാർക്കാണ് ഇന്നത്തെ കുട്ടികളുടെ. പുച്ഛം, എല്ലാം പുച്ഛം. അപ്പോൾ അങ്ങനെ ഒരു തലമുറയെ, ഞങ്ങളുടെ തലമുറ, ഞങ്ങളെല്ലാം വലിയ മഹാന്മാരാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ജീവിതത്തിൽ കുറച്ചൊക്കെ ഇതിനുള്ള കാര്യങ്ങളാകാം. സ്വല്പം അപ്യസ്യ ധർമ്മസ്യ എന്ന് ഒരു വാചകം ഉണ്ട് ഭഗവത്ഗീതയിൽ. അല്പം. ഇവിടെ 8.1 ബില്യൺ ആളുകൾ ഈ ലോകത്തിലുണ്ട്. 8.1 ബില്യൺ. ഈ 8.1 ബില്യൺ ആളുകളും നന്നാവണം, നേരാവണം എന്നൊക്കെ വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇതിൽ ഒരു 2%, 3% എങ്കിലും അങ്ങനെയുള്ളവരെ നമുക്ക് ഈ കലാലയങ്ങളിൽ നിന്ന് സൃഷ്ടിച്ച് ലോകത്തിലേക്ക് പറഞ്ഞു വിടാൻ സാധിച്ചാൽ അത് വലിയൊരു ട്രാൻസ്ഫർമേഷൻ സമൂഹത്തിലുണ്ടാകും. നല്ലവർ ഒരുപാട് വേണ്ട, 1-2 മതി. എന്തായിരുന്നാലും ഈ കലാലയവും ഇവിടുത്തെ അന്തരീക്ഷവും ഇവിടുത്തെ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളും നൽകിയ അനുഭവങ്ങൾ, ഓർമ്മകൾ, അത് വളരെ 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 എൻറിച്ചിങ് ആയിരുന്നു. ആ അനുഭവം കാലത്തിന് റിവേഴ്സ് ഗിയർ ഇല്ലല്ലോ, അപ്പോൾ പുറമോട്ട് പോകാൻ എന്തായാലും സാധിക്കില്ല. പക്ഷേ ഇപ്പോഴും അത് ഓർമ്മയിൽ പച്ച പിടിച്ച് നിൽക്കുന്നു. അത് നൽകി അനുഗ്രഹിച്ച ഈ കലാലയത്തിനും ഇവിടുത്തെ അധ്യാപകർക്കും എൻ്റെ സഹപാഠികൾക്കും എൻ്റെ ബാച്ച്മേറ്റ്സിനും, അതുപോലെ തന്നെ പ്രിൻസിപ്പാൾ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മുഖം കറുത്തൊന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല, ശകാരികയാണെങ്കിലും ചിരിച്ചുകൊണ്ടേ പറയുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകർ ഇനിയും ഉണ്ടാകട്ടെ. ബിഷപ്പ് മൂർ കോളേജിൻ്റെ പ്രശസ്തിയും അതിൻ്റെ തിളക്കവും മേൽക്കുമേൽ വളരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സ്വാമിജി. അങ്ങ് പറഞ്ഞതുപോലെ തലമുറ ഭേദമില്ലാതെ ഇവിടുത്തെ മണ്ണും വായുവും സസ്യജാലങ്ങളും ഒക്കെ നമ്മുടെ ചങ്കിലെ സ്പന്ദനങ്ങളാക്കി മാറ്റാൻ ഈ കലാലയത്തിന് വിസ്മയകരമായ ഒരു കഴിവുണ്ട്.
ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു ഈഗോയുടെ കുട്ടയും ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന നമ്മളെയൊക്കെ ഈഗോ ഇല്ലാത്തവരാക്കി മാറ്റാൻ ഈ കലാലയത്തിന് സാധിച്ചിട്ടുണ്ടെന്നത് പരമസത്യമായ കാര്യമാണ്. താങ്ക് യു സോ മച്ച്. ബൈബിൾ പറയുന്നത് വിവേകമില്ലാത്ത സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊന്മൂക്കുത്തി പോലെ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ വിവേകം എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്നൊരു ചോദ്യം കൂടിയുണ്ട്. എത്ര അറിവ് നേടിയാലും AI-യുടെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ഒക്കെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്നാലും നമുക്ക് വിവേകം ലഭിക്കുന്നത് ആത്മീയ ജ്ഞാനത്തിലൂടെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ കലാലയം രൂപീകരിച്ചിരിക്കുന്നത് തന്നെ, ഇവിടുത്തെ ഒരു അധ്യയനം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഇനി നമ്മൾ ആ വിവേകത്തിൻ്റെ വാക്കുകളിലേക്കാണ് പോകുന്നത്. അനുഗ്രഹ പ്രഭാഷണത്തിൻ്റെ സമയമാണ്. മധ്യകേരള മഹായിടവകയുടെ അഭിമന്യ ബിഷപ്പും ഈ കലാലയത്തിൻ്റെ മാനേജറും കൂടിയായ റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ തിരുമേനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മന്ദിരായ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, പട്ടക്കാർ, വിദ്യാർത്ഥി സമൂഹമേ, പൂർവ്വ വിദ്യാർത്ഥി സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സമയം വളരെ പരിമിതമായി പോകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ വിധത്തിലൊരു സമ്മേളനം ക്രമീകരിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികളെ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. കാരണം ഇത്രയും ആളുകളെ ഒത്തുചേർക്കുക എന്നത് ശ്രമകരമായ ദൗത്യമാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, യങ്സ്റ്റേഴ്സ് വളരെ പരിമിതമാണ്. ഒരു 60+ ആയിരിക്കും, അല്ലാത്തവർ വളരെ വളരെ പരിമിതമാണ്. അങ്ങനെയുള്ള ആളുകളെ ഒന്നിച്ചു കൂട്ടുവാൻ സാധിക്കുക എന്നത് ഏറെ ശ്രമകരമാണ്. അതിന് സാധിച്ച ഈ സംഘടനയുടെ പ്രസിഡന്റ് തുടങ്ങി എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഒരു കോളേജിൻ്റെ നിലനിൽപ്പ് അഥവാ കോളേജിൻ്റെ യശസ് എന്നത് രണ്ട് വിധത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്ന്, ആ കാലത്തുള്ള അധ്യാപകർ, അന്ന് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് മേഖലയിലുള്ള അവരുടെ മികവ്. ആ വിധത്തിൽ ഈ കോളേജ് മുൻപന്തിയിലാണ് എന്ന് പ്രിൻസിപ്പൽ വിശദമായി ഇവിടെ പ്രസ്താവിച്ചു. NIRF തുടങ്ങി NAC തുടങ്ങി എല്ലാ ഗ്രേഡിംഗ് സിസ്റ്റത്തിലും പോയി ഉന്നതമായ സ്ഥാനം ഇന്ന് ഈ കോളേജ് നിലനിർത്തുന്നു. മധ്യകേരള മഹായിടവകയുടെ 8 കോളേജുകളിൽ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ ബിഷപ്പ് മൂർ കോളേജാണ് എന്നത് എടുത്തു പറയട്ടെ. അതിന് കാരണം ഇവിടുത്തെ അധ്യാപകരുടെ മികവ്, വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ, പൂർവ്വ വിദ്യാർത്ഥികളുടെ മികവ്. അപ്പോൾ ഈ ഒരു കോളേജിനെ വിലയിരുത്തുന്ന ഒന്ന്, നിലവിലുള്ള വിദ്യാർത്ഥി അധ്യാപക സമൂഹത്തിൻ്റെ പ്രവർത്തനം, അവരുടെ അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് മേഖലയുള്ള മികവ്. 2, ഇവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് ഇന്ന് നാം പറയുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, അവരേത് ലെവലിലെത്തിയിരിക്കുന്നു. അതൊരു കോളേജിനെ വിലയിരുത്തുന്ന രണ്ടാമത്തെ പ്രധാനമായ മേഖലയാണ്. ഇവിടെ നോക്കിയാൽ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപറ്റം ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ രംഗത്താകാം, മന്ത്രി തുടങ്ങി MLA-മാർ വരെ, സ്വാമിജി ഉൾപ്പെടെയുള്ളവർ. അക്കാഡമിക് മേഖലകളിൽ, അങ്ങനെ വിവിധമായ മേഖലകളിൽ നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉന്നത ശ്രേണിയിൽ നിലനിൽക്കുന്നു എന്നത് ഈ കോളേജിനെ വിലയിരുത്തുന്ന രണ്ടാമത്തെ ഘടകമാണ്. അപ്പോൾ ഈ കോളേജിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ ഇതിനകത്ത് പങ്കാളികളല്ലാത്ത ഞങ്ങൾ 2 പേരേ ഉള്ളൂ. സംവിധായകൻ ശ്രീ കമലും പിന്നെ ഞാനും. ഞങ്ങൾ 2 പേരേ ഉള്ളൂ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന പേരിന് യോഗ്യരല്ലാത്തവർ. എനിക്കും 10 ദിവസം ഇവിടെ നിന്നു എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചോളം ഇത് ഏറെ പ്രാധാന്യമേറിയതാണ്. ഈ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചോളം ഈ ഈ വിദ്യാഭ്യാസ മേഖലയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന 150
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, LP സ്കൂളുകൾ തുടങ്ങി 8 കോളേജുകൾ ഉൾപ്പെടെയുള്ള ഇത്രയും സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു എന്നത് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് അതിൻ്റെ സാധിക്കുന്നിടത്തോളം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കോളേജിനെ സംബന്ധിച്ചോളം ഇന്ന് നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത്, ഈ ജൂബിലി വർഷത്തിൽ ശ്രദ്ധ ചെലുത്തുന്നത് നമ്മുടെ ലൈബ്രറിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. പഴയ പ്രിൻസിപ്പലിൻ്റെ സമയത്ത് അതിൻ്റെ കെട്ടിടങ്ങൾ, അതിൻ്റെ സ്ട്രക്ചർ പൂർത്തീകരിച്ചു. എന്നാൽ ആ ലൈബ്രറി ഉപയോഗപ്രദമാക്കണമെങ്കിൽ നമുക്ക് 1 കോടി രൂപ വേണം. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനർ വന്നു, അതിൻ്റെ പ്ലാനിങ് എടുത്തു. അതിൻ്റെ പ്ലാൻ ഓൾമോസ്റ്റ് അപ്രൂവലായി. അത് ബർസാർ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മേഖലയിലാണ് നമ്മളുടെ ഈ വർഷത്തെ ഒരു ശ്രദ്ധയുണ്ടാകുന്നത്. വിദേശ രാജ്യങ്ങൾ നമ്മൾ നോക്കിയാൽ അൽനൈ അസോസിയേഷനാണ് ആ കോളേജുകളുടെ എല്ലാം ഫിനാൻസ് മേഖലയിലുള്ള നട്ടൽ. അതുകൊണ്ട് നമ്മളുടേതായ പങ്കാളിത്തം സാധിക്കുന്ന മേഖലയിൽ ഉണ്ടാകണം എന്നും ഓർപ്പിക്കട്ടെ. ഇന്ന് മന്ത്രി വന്നിട്ടുള്ളത് കൊണ്ട് സാധാരണ ഈ മന്ത്രിമാരെ ഇങ്ങനെയുള്ള സ്റ്റേജുകളിലാണ് നമ്മുടെ കയ്യിൽ അല്പസമയം കൂടുതൽ കിട്ടുന്നത്. 2 കാര്യങ്ങളിൽ മന്ത്രിയുടെ ശ്രദ്ധ ഞങ്ങൾക്കുണ്ടാകണം. അത് രണ്ടും അപ്പോയിൻമെൻറ്റ്സിൻ്റെ കാര്യം, മന്ത്രിക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഒക്കുന്ന കാര്യമല്ല. എന്നാൽ മന്ത്രി ശ്രമിച്ചാൽ ഈ ഗവൺമെൻറ്റിലൂടെ ഞങ്ങൾക്കത് സാധിച്ചെടുക്കാം. ഞങ്ങളുടെ ഈ കോളേജിൽ 5 വർഷമായി ശമ്പളം കിട്ടാതെ പ്രവർത്തിക്കുന്ന ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അധ്യാപികയുണ്ട്. മന്ത്രിക്ക് ആ വിഷയം അറിയാവുന്നതാണ്. മന്ത്രി ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് എനിക്കറിയാം. പക്ഷേ അത് അപ്രൂവൽ ഉണ്ടാകേണ്ടതിന് സാധ്യമാകുന്ന എല്ലാ മെഷീനറിയും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് മാനേജർ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുന്നു. 2, ഞങ്ങളുടെ നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ അപ്രൂവലിന് വേണ്ടി. അത് ഇപ്രാവശ്യം കമ്മിറ്റിക്ക് അയച്ചിരുന്നു. അത് റിജക്റ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. അതുണ്ടായെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് 10 നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി ഇപ്പോൾ നിലവിലുണ്ട്. അത് അപ്രൂവ് ചെയ്ത് കിട്ടുമെങ്കിൽ മാത്രമേ ഈ 10 പേരെയും കൂടി എടുക്കുന്നതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫിനുണ്ടാകുന്ന അധിക ഭാരം കുറയ്ക്കണമെങ്കിൽ ഈ 2 കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് മന്ത്രിയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എനിക്ക് അനുവദിച്ചിരുന്നത് 12 മിനിറ്റാണ്. പക്ഷെങ്കിൽ ഇന്ന് വളരെ ലേറ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഞാൻ 1 മിനിറ്റ് കൊണ്ട് എടുത്ത് അവസാനിപ്പിക്കുക, എന്നാൽ 8 മിനിറ്റ് കൊണ്ട് നിർത്തും. ഈ ഒരു ക്രമീകരണത്തിൽ പങ്കെടുക്കുന്നത് ഏറെ സന്തോഷമാണ്. എന്നെയും കൂടി ഇതിന് ക്ഷണിച്ചതിന് ഏറെ സന്തോഷം അറിയിക്കുന്നു. ഈ കോളേജിൻ്റെ SS എല്ലാ മേഖലയും ഉയർത്തിപ്പിടിക്കുവാൻ നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം. എല്ലാ നന്മയും ഈ അസോസിയേഷന് നേരുന്നു. ഈ ജൂബിലി വർഷത്തിൽ സാധ്യമാകുന്ന വിധത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയും ഈ കോളേജിന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അഭിവന്യ തിരുമേനി. അങ്ങയുടെ വിവേകപൂർവമായ വാക്കുകൾക്ക് എന്നും ഞങ്ങൾക്കതൊരു മാർഗദീപമായിരിക്കും. ഇനി ഗുരുവന്ദനത്തിൻ്റെ സമയമാണ്. ഗുരുവന്ദനത്തിനായി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ബഹുമാന്യനായ മന്ത്രി എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ മാതൃകയായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. സമയക്കുറവുണ്ടെങ്കിൽ 2 സെൻറ്റൻസ് എനിക്ക് പറയണം. കാരണം ഒരു പദവിയിലെത്താൻ വേണ്ടി എത്രയോ കാലം കാത്തിരുന്ന ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വളർച്ച നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കറിയാം. പലപ്പോഴും മാധ്യമപ്രവർത്തകർ പല രീതിയിലും അദ്ദേഹത്തെ ചിത്രീകരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അടുത്ത് നിന്ന് കണ്ട ഒരു വ്യക്തിയാണ്. എനിക്കറിയാം അദ്ദേഹം എത്രത്തോളം അതിനായി ക്ഷമിച്ചിട്ടുണ്ട്. ഇന്നൊരു മന്ത്രിയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞങ്ങൾക്കൊക്കെ മാതൃകാപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഏറെ സ്നേഹപൂർവ്വം മിനിസ്റ്ററിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഗുരുവന്ദനത്തിനായി. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ, എൻ്റെ സുഹൃത്തു കൂടിയായ ശ്രീ KG മുകുന്ദൻ, സ്വാഗതം പറഞ്ഞ ശ്രീ ജോസഫ് S, ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അഭിവന്യ സ്വാമി അമൃതാനന്ദ പുരി, ഏറ്റവും ബഹുമാന്യനായ CSI മധ്യകേരള ഡയസിസ് ബിഷപ്പ്
റൈറ്റ് റവറൻഡ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ തിരുമേനി, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ രഞ്ജിത്ത് മാത്യു എബ്രഹാം, നബീർ അബ്ദുൾ, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ പ്രമോദ് നാരായണൻ, മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ മാവേലിക്കര MLA അരുൺകുമാർ, പ്രിയങ്കനായ മുനിസിപ്പൽ ചെയർമാൻ നൈനാൻ കുരിശ്ശേരി, എത്തിച്ചേർന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ ഹൃദ്യമായ ആത്മസംതൃപ്തി നൽകുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലാദ്യം നമ്മളെല്ലാവരും ഇവിടെ എത്തിയത് അതിൻ്റെ കാരണമായ ഈ വിദ്യാഭ്യാസ സ്ഥാപനം നമ്മുടെ ഭാവിയെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് നൽകിയ വിദ്യാഭ്യാസം, അതിൻ്റെ പങ്ക്, ഒരു സാമൂഹ്യ ജീവിയായി നമുക്ക് വളരാനും പഠിക്കാനും സമൂഹത്തോടൊപ്പം ചേർന്ന് സഞ്ചരിക്കാനും എല്ലാ വൈവിധ്യങ്ങളെയും വ്യത്യസ്തതകളെയും സ്വീകരിക്കാനും നല്ല മാനസിക അവബോധം നമുക്ക് നൽകാനും നമ്മളെ ചിന്തിപ്പിച്ച, നമ്മളെ വളർത്തിയ നമ്മുടെ മാതൃകാ സ്ഥാപനമാണ് ബിഷപ്പ് മൂർ കോളേജ് എന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കൊരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മളൊരു ക്യാമ്പസിലേക്ക് വരുന്നത്. ആ സ്വപ്നങ്ങൾ ഒരുപക്ഷെ നേടി വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം. നമ്മൾ ജീവിതത്തിന് നൽകുന്ന അർത്ഥപൂർണമായ നമ്മുടെ പ്രവർത്തനം നമുക്ക് തീർച്ചയായിട്ടും നല്ല ദിശാബോധം നൽകുന്നുണ്ട്. എല്ലാ മഹത്തായ നേട്ടങ്ങളും നാം കണ്ട സ്വപ്നത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആ നേട്ടങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാനുള്ള കഠിനാധ്വാനമാണ് നമ്മളെ ഓരോരുത്തരെയും ലോകത്തിൻ്റെ നാനാ മേഖലകളിൽ വ്യത്യസ്ത തലങ്ങളിലാണെങ്കിലും ഉയർച്ചയിലേക്ക് നമ്മളെ എത്തിച്ചത് എന്നത് സന്തോഷകരമായ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുഹൃത്തുക്കൾ ഏറ്റവും പ്രധാനമാണ്. സുഹൃത്തുക്കൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നല്ല കാലത്തും മോശം കാലത്തും എങ്ങോട്ടും ചായാതെയും ചരിയാതെയും, നമുക്ക് നിരാശ വരുമ്പോഴും പ്രയാസം വരുമ്പോഴും നമ്മളെ തട്ടി ഉണർത്തി നമ്മളെ ആത്മധൈര്യത്തോടെ നയിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ സുഹൃത്തുക്കൾ. അത് നമ്മുടെ കോളേജ് ജീവിതത്തിൽ നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ നിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. പലപ്പോഴും നമുക്ക് വഴി തെറ്റുമ്പോൾ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു കാലമാണ് ജീവിതം. അവിടെ ഒരുപാട് ഉയർച്ച താഴ്ചകൾ നമ്മൾ കാണും. നമുക്കെല്ലാം ഒരു ജീവിതമേ ഉള്ളൂ എന്നത് വസ്തുതയാണ്. ഓർമ്മിക്കേണ്ട ഒരു ജീവിതം അത് കെട്ടിപ്പടുക്കുക, നന്നായി നയിക്കുക, എല്ലാം നമുക്ക് സാധ്യമാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സഹാനുഭൂതി, സ്ഥിരോത്സാഹം തുടങ്ങിയ പ്രധാനപ്പെട്ട പാഠങ്ങൾ ജീവിതത്തിൽ നമ്മളെ ഇതിലൂടെ പഠിപ്പിക്കും. ജീവിതം ആസ്വദിക്കുക, ജീവിതം സന്തോഷപ്രദമാക്കുക എന്നതാണ് വസ്തുതാപരമായ കാര്യം. ഞാനിവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഗുരുനാഥന്മാരെ എല്ലാം ഞാൻ ഓർക്കുകയായിരുന്നു. സ്വാമിജി പറഞ്ഞതുപോലെ ഈ കോളേജിലെ അധ്യാപകർ ഇവിടെ വിദ്യാർത്ഥി അധ്യാപക ബന്ധമായിരുന്നില്ല, സുഹൃത്ത് ബന്ധമായിരുന്നു. അതിലെടുത്ത് പറഞ്ഞ രാജംപരി സാറിനെ ഞാനിപ്പം സ്വാമിജി പറയുമ്പോൾ ആ സമയത്ത് ഞാനും അദ്ദേഹത്തെ ഓർത്തു. കാരണം ഇപ്പം അദ്ദേഹം നമ്മോടില്ല. പ്രൊഫസർ KC മാത്യൂസ് സാറ് ഇവിടുത്തെ പ്രിൻസിപ്പളായിരിക്കുമ്പോൾ ഇവിടെ പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആളാണ്. ഒരു പ്രിൻസിപ്പൾ, ഒരു അധ്യാപകൻ എന്നല്ല, ഒരു ഗുരുനാഥൻ എങ്ങനെയാണോ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കേണ്ടത് എന്നതിൻ്റെ മാതൃകാ ഉദാഹരണമായിരുന്നു അദ്ദേഹം. ഈ കോളേജിലെ ഓരോ അധ്യാപകരെ പറ്റിയും സത്യത്തിൽ പറയേണ്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ സമയക്കുറവുകൊണ്ട് അത് പറയാൻ കഴിയുന്നില്ല. ഇവിടുത്തെ പ്രിൻസിപ്പളുമാരായിട്ടിരുന്ന ഓരോരുത്തരും ഇന്ന് കാണുന്ന 64-ലെ ഓല ഷെഡിൽ നിന്ന് കാണുന്ന ഈ ശ്രേഷ്ഠമായ ഒരു സ്ഥാപനമാക്കിയതിനെ മാറ്റുന്നതിൽ നൽകിയ സംഭാവന, ഏറ്റവും അവസാനം ഡോക്ടർ രഞ്ജിത്ത് മാത്യു എബ്രഹാം വരെ, പ്രൊഫസർ KC മാത്യു അച്ഛൻ വരെ ഉള്ളവരിൽ അധ്യാപകർ നടത്തിയ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ ഞാൻ അങ്ങേറ്റം ഓർക്കുകയാണ്.
എനിക്ക് ഈ കോളേജിനെ പറ്റി ഏറ്റവും അഭിമാനമുള്ളതും CSI സഭയെപ്പറ്റി ഞാൻ അഭിമാനിക്കുന്ന ഒറ്റ കാര്യമാണ്. ആ കാര്യം മതനിരപേക്ഷതയുടെ മകുട ഉദാഹരണമായിരുന്നു ബിഷപ്പ് മൂർ കോളേജ് എന്നതാണ്. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രൊഫസർ S. പരമേശ്വരൻപിള്ള സാർ മുതൽ ഇവിടെ പറഞ്ഞ പ്രിയങ്കനായ BC ജോൺ സാറും മാമൻ വർഗീസ് സാറടക്കം ഒത്തിരി പ്രഗത്ഭനായ അച്ഛൻ അടക്കം ഒത്തിരി പേർ, വെങ്കടേശ്വര സാറടക്കം, ഇത്ര മതനിരപേക്ഷമായ ഒരു ക്യാമ്പസ്, ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സാന്നിധ്യം ആ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ ഉദാഹരണം ഒട്ടേറെ പറയാൻ. അതിവിടുത്തെ കുഞ്ഞുങ്ങൾ ഞങ്ങളെല്ലാം പഠിച്ചു. ഒരിക്കലും ഈ ക്യാമ്പസിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ക്യാമ്പസ് ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. ഈ ക്യാമ്പസിൽ പഠിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളിൽപ്പെടുന്നവർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേ മാനസികാവസ്ഥയിൽ ഒരേ സന്തോഷത്തിൽ തങ്ങളുടെ കാലയളവ് ഇവിടെ പഠിച്ച് പുറത്തു പോകാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും ശ്രേഷ്ഠതമായ നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ ഒരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. 1983 മുതൽ 86 വരെ ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്ത ഒരു കോളേജ്. ഞാൻ വരുന്നതും രാഷ്ട്രീയക്കാരനായിട്ടാണ്, ഞാൻ പോയതും രാഷ്ട്രീയക്കാരനായിട്ടാണ്. ഒരുപക്ഷെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എനിക്ക് വളരാനുള്ള ഏറ്റവും നല്ല മേച്ചിൽപ്പുറം, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ബിഷപ്പ് മൂർ കോളേജ് ആയിരുന്നു എന്നത് അഭിമാനത്തോടെ പറയുന്നതിനായിരുന്നു. എൻ്റെ ഒരധ്യാപകനും ഒരു ഗുരുനാഥനും ഞാൻ അതിൽ നിന്ന് മാറണമെന്ന് എന്നെ ഉപദേശിച്ചിട്ടില്ല. എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും തടസ്സം വരുന്നിട്ടില്ല, എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. ഒരുപാട് അനുഭവങ്ങൾ ഈ കോളേജുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാൻ ഈ കോളേജ് വരുമ്പോൾ 25 വർഷം KSU ജയിച്ചുകൊണ്ടിരുന്ന കോളേജാണ്. ആ KSUവിനെ തോൽപ്പിക്കണം എന്നൊറ്റ അജണ്ടയുള്ളായിരുന്നു എനിക്ക് ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ കോളേജിൽ പഠിച്ചത് ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ല, KSUവിനെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അക്കാദമിക്കായ കാര്യങ്ങൾ സ്വാമിജി എന്നോട് വ്യക്തിപരെ പറയണം, ഒരു ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടില്ല. കാരണം ആ സമയത്തെല്ലാം KSUവിനെ തോൽപ്പിക്കാൻ വേണ്ടി നടക്കുക. അപ്പോൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞാൻ എന്തേലും ആവുക എന്നതിനപ്പുറം അക്കാദമിക്കായ കാര്യങ്ങളിൽ പഠിച്ചൊരു കോളേജ് പ്രൊഫസറാകണം അല്ലെങ്കിൽ ഒരു ഡോക്ടറാകണം എന്ന് ഞാൻ ചിന്തിച്ചില്ല. എൻ്റെ എതിരാളിയായ രാഷ്ട്രീയക്കാരനെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും എന്ന് ഞാൻ ചിന്തിച്ചു. അതിനുവേണ്ടി നിസ്വാർത്ഥമായ ആത്മാർത്ഥത 1985 ഞാനത് സാധിച്ചിട്ടാണ് ഈ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയത്. അതെൻ്റെ ജീവിതത്തിലൊരു പാഠം എന്നെ പഠിപ്പിച്ചു. എന്താണോ ഉന്നുന്നത്, എന്താണോ ലക്ഷ്യമിടുന്നത്, പരിശ്രമിക്കുക. അത് ഞാൻ ഈ കോളേജിൽ നിന്ന് പഠിച്ചതാണ്, അത് രാഷ്ട്രീയം കൊണ്ടല്ല. പിന്നെ എൻ്റെ സഹോദരൻ മുരളി വന്ന് തിരിച്ചു പിടിച്ചു, അത് വേറെ കാര്യം. പിന്നെ എൻ്റെ സഹോദരൻ പ്രമോദ് വന്നതോടുകൂടി ഞങ്ങൾ തിരിച്ചു പിടിച്ചു. പിന്നെ ഇപ്പോഴും അങ്ങനെ പോകുന്നു, വണ്ടി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹമോ അഭിലാഷങ്ങളോ അപ്പുറം എന്താണോ നമ്മൾ ലക്ഷ്യമിടുന്നത്, ജീവിതത്തിൽ വിജയിക്കാൻ എവിടെയാണോ എത്തേണ്ടത്, നമ്മൾ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുക. ആ പരിശ്രമം എന്നെ പഠിപ്പിച്ച് ഈ കോളേജിൽ നിന്ന്. എളിയവനായി എനിക്ക് 21 പേരിൽ ഒരാളെ മന്ത്രിയായിരിക്കാൻ ഭാഗ്യം ലഭിച്ചതും അത് കഴിഞ്ഞതും ഒരുപക്ഷെ ഈ കോളേജും എൻ്റെ അധ്യാപകരും എൻ്റെ സഹപാഠികളും നൽകിയ പിന്തുണയാണെന്ന് എന്നും വിശ്വസിക്കുന്ന ആളാണ്. ഇന്ന് ഈ പരിപാടി പങ്കെടുക്കാൻ കഴിയുന്നൊരു ദിവസമേ അല്ലായിരുന്നു. പക്ഷേ സ്വാമിജി ഇവിടെ വരുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹം തോന്നി. കാരണം മാതാ അമൃതാനന്ദമയി മഠവുമായിട്ട് നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ്. അമ്മയുടെ കഴിഞ്ഞ വാർഷികത്തിന് ഞാൻ പോയിരുന്നു, ബർത്ത്ഡേക്ക് ഞാൻ പോയിരുന്നു. ഈ ബിഷപ്പ് മൂർ കോളേജിൽ നമ്മൾ സംഭാവന ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ടെങ്കിലും ആത്മീയ ചൈതന്യമുള്ള ഒരു മഹാവ്യക്തിത്വത്തെ, ലോകപ്രസിദ്ധനായ ഒരു വ്യക്തിത്വത്തെ സംഭാവന ചെയ്ത് സ്വാമിജിയിലൂടാണ് എന്നതുകൊണ്ട് ആ സാന്നിധ്യത്തിൽ ഇവിടെ എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തോട് എനിക്ക് വലിയ സ്നേഹമുണ്ട്. അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് വിശ്വപൗരന്മാർ ഈ കോളേജിൻ്റെ സംഭാവനയാണ്. അങ്ങനൊരു സന്ദർഭത്തിലൂടെ എത്തി ഒരു വാക്ക് പറയാൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. ക്ഷണിച്ചതിന് നന്ദി. എൻ്റെ ഗുരുനാഥന്മാരോടെല്ലാം അവരുടെ പാതാരവിന്ദങ്ങളിൽ ഒരുപാട് സ്നേഹം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കലാലയത്തിൽ മോഹഭംഗമെന്ന് നമുക്ക് ഉദ്ദേശിച്ചത് പ്രണയമൊക്കെ തന്നെയാണ്. പ്രണയനിരാസങ്ങളൊക്കെ ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്നൊരു SMS പ്രണയിക്കും, SMS തന്നെ പ്രണയം നഷ്ടപ്പെടുത്തിയാലും വലിയ പ്രശ്നമില്ലാത്ത കാലമാണ് ഇന്നുള്ളത്. പക്ഷേ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിച്ച നിങ്ങളൊക്കെ തന്നെ ആ കാലത്ത് അങ്ങനെ ആയിരിക്കില്ല.
നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഇന്നത്തേനേക്കാളും വലിയ രീതിയിലുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം നമുക്ക് അന്നൊക്കെ സ്വപ്നം കാണാനേ കഴിയുള്ളായിരുന്നു പലർക്കും. അതുപോലെ തന്നെ നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയും നമുക്ക് താങ്ങാൻ കഴിയില്ലായിരുന്നു. ഏതുതരം നഷ്ടങ്ങളായാലും ശരി, നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടാലും നമുക്ക് മനസ്സിൽ പ്രണയം തോന്നുന്നവരുടെ പ്രണയം നഷ്ടപ്പെട്ടാലും ഒക്കെ തന്നെ വലിയ വേദന ഉണ്ടാകുന്ന അങ്ങനെ മനുഷ്യൻ്റെ രൂപപ്പെടുത്തലിൽ ഇവിടെ സ്വാമിജി വളരെ വിശദമായും മനോഹരമായും സംസാരിച്ചു. സ്വാമിജിയുടെ വാക്കുകൾ ഞാൻ വളരെ താല്പര്യപൂർവ്വം കാതോർക്കുകയായിരുന്നു. മനോഹരമായി വീട് എന്ന സങ്കല്പത്തെക്കുറിച്ച് സ്വാമിജി പറഞ്ഞു. നമുക്കെല്ലാവർക്കും പലതരം വീടുകളുണ്ടെന്ന് പറയുമ്പോൾ കലാലയം എന്ന വീട്, അത് വീടിന് അപ്പുറത്ത് വലിയ ഒരു ദേശം തന്നെയാണ്. അതല്ലെങ്കിൽ നമ്മളെ രൂപപ്പെടുത്തുന്ന എല്ലാ രീതിയിലും നമ്മുടെ സങ്കല്പങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരിടം എന്നുള്ള രീതിയിൽ കോളേജിൽ പഠിച്ച അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചപ്പോൾ, കോളേജിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടാതെ പോയവർക്ക് സ്കൂളിൽ പഠിച്ചവർക്ക് പോലും അവരെ രൂപപ്പെടുത്തുന്നതിൽ ആ അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുകൊണ്ട് പറഞ്ഞിട്ട് ഇവിടെ ഇന്ന് രിഗമ 25-ൻ്റെ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ അത് കലാകമലദളം എന്നുള്ള പേരിലാണ്. അതിലും എൻ്റെ പേരുണ്ട് എന്നുള്ളത് ഒരു സന്തോഷമുണ്ട്. ഈ കലാപ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ സജി ചെറിയ മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി കലാലയത്തിൽ വന്ന ആളാണെങ്കിൽ ഞാൻ കലാപ്രവർത്തനത്തിന് വേണ്ടി കൂടി തന്നെയാണെന്ന് പറയാം. കോളേജിൽ പഠിക്കാൻ വന്ന ആളാണ്. എൻ്റെ ലക്ഷ്യം അതായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും പ്രീ ഡിഗ്രിക്കായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. +2 കഴിഞ്ഞിട്ടല്ലല്ലോ നമ്മൾ ഡിഗ്രിക്കല്ല എന്ന് കോളേജിൽ വരുന്നത്, പ്രീ ഡിഗ്രിയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ പ്രീ ഡിഗ്രി കാലം എന്ന് പറയുന്നത് അത് അഡോളസൻ്റ് ഏജിൽ നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു വൈബ്, ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ വൈബുണ്ട്. ആ വൈബ് നമ്മൾ അനുഭവിക്കുന്നത് വേറൊരു രീതിയിലാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിദ്യാഭ്യാസ രംഗത്ത് അന്നത്തെ കലാലയങ്ങളിൽ തന്നെ ഏറ്റവും മികച്ച പൊസിഷനിൽ നിൽക്കുന്ന ഒരു കോളേജായിരുന്നു ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് പേര് മഹാൻ പ്രതിഭകളുണ്ട്. എല്ലാ കോളേജിലും ഇപ്പോൾ ബിഷപ്പ് മൂർ കോളേജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു പ്രത്യേകത, ഞാനന്ന് 10ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സൊക്കെ പാസ്സായി സാമാന്യം നല്ല മാർക്ക് കിട്ടിയിട്ട് പ്രീ ഡിഗ്രിക്ക് ചേർന്നത് സെക്കൻഡ് ഗ്രൂപ്പിലാണ്. ഡോക്ടറാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് അച്ഛനും അമ്മയും. അന്ന് തന്നെ ഞാൻ കോളേജിൽ കാലുകുത്തുമ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ഞാൻ ഡോക്ടറാവില്ല എന്ന്. എനിക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ ഏകദേശം 80-ഓളം പേരുണ്ടായിരുന്നു. ആ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ നിന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കുന്ന 26 പേര് ഞങ്ങളുടെ ബാച്ചിൽ ഡോക്ടേഴ്സായി പുറത്തു വന്നു എന്നുള്ളതാണ്. അതിൽ വളരെ പ്രശസ്തരായ ഡോക്ടേഴ്സ് വരെയുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ ഏറ്റവും പുറകിലെ ബെഞ്ചിലിരുന്ന ഒരാളാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കലാപ്രവർത്തനമായിരുന്നു എൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ എനിക്കും കൂടി പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടെ ഇടം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വളക്കൂറുള്ള മണ്ണായിരുന്നില്ല ഇവിടെ. കാരണം KS സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അതേ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്നു. KS സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ അടക്കുന്ന ഇടതുപക്ഷത്തോട് ചായ്വുള്ളവർ അവിടെ നിന്ന് ഞങ്ങളുടെ ചെയർമാൻ ആ വർഷം SFIയുടെ കാൻഡിഡേറ്റ് ജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ, അതിന് കാരണം അടിയന്തരാവസ്ഥയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാ നിലക്കും എനിക്കും വളരെയധികം എൻ്റെ കലാലയം ഓർമ്മകളുടെ വലിയ ഒരു അക്ഷയ നിധിയായിട്ട് തന്നെ മനസ്സിലുണ്ട്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നിങ്ങളെല്ലാം കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഒരു ഗ്ലോബൽ അലുമിനി ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ നിങ്ങളെല്ലാവരും ഒത്തുകൂടുന്നു. പല പ്രായത്തിലുള്ളവർ നിങ്ങളുടെ ഗുരുക്കന്മാരെ കാണാനൊക്കെ ഒത്തുകൂടുന്ന ഈ സമയത്ത് ഈ കോളേജിൽ പഠിച്ചവരുമായിട്ട് എനിക്ക് അധികം സൗഹൃദമില്ല. ഇപ്പോൾ സ്വാമിജിയൊക്കെ എനിക്ക് നേരത്തെ അറിയാം, സജി ചെറിയാൻ മിസ്റ്റർ അറിയാം, പിന്നെ നബീർ ഇവിടെയുണ്ട്. നബീറുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ശ്രീ രാധാകൃഷ്ണപിള്ള ഇവിടെ ഇരിക്കുന്നുണ്ട് ബഹ്റൈനിൽ. ഞങ്ങളിന്ന് മിനിഞ്ഞാന്ന് ബഹ്റൈനിലൊരു പരിപാടി കഴിഞ്ഞ് ഇന്ന് വെളുപ്പിനാണ് ഞാൻ എത്തുന്നത്. അപ്പോൾ അങ്ങനെ ബാക്കി എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ഇവിടെ നിന്ന് കലാപ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയൊക്കെ ഞാൻ അഡ്വാൻസായിട്ട് അഭിനന്ദിക്കുകയാണ്. രിഗമ എന്നുള്ള പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സംഗീതമായിട്ട് ബന്ധപ്പെട്ടാണ്. സാരിഗമ എന്നുള്ള അർത്ഥത്തിൽ അതിന് വളരെയധികം പ്രസക്തി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനോടൊപ്പം ഇന്നിവിടെ കലാപ്രകടനങ്ങൾ നടത്തുന്ന എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേർന്ന് നിർത്തുന്നു. നമസ്കാരം.
താങ്ക് യു സർ, ഞങ്ങളുടെ കലാലയത്തിൽ പഠിക്കണമെന്നുള്ള അങ്ങയുടെ ആഗ്രഹം പറഞ്ഞതിന്. പക്ഷേ അതിലും ഉപരിയായി അങ്ങയുടെ ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഡയലോഗ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കാലഘട്ടത്തിലേക്ക് പോകും. നിറമൊക്കെ ഈ ക്യാമ്പസിനെ എത്രത്തോളം ഇളക്കി മറിച്ചിട്ടുണ്ടെന്ന് അങ്ങേക്കറിയാമോ? അപ്പോൾ ഒരുപാട് നന്ദി, ഞങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് സിനിമകൾ മലയാളത്തിന് സംഭാവന ചെയ്തതിന്. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നമ്മുടെ കൂടെയുള്ള വിശിഷ്ടാതിഥികളെ ആദരിക്കുന്ന ചടങ്ങാണ്. ഒരു മൊമെൻറ്റോ കൊടുക്കാനായി ആദ്യം ഞാൻ വിളിക്കുന്നത് നമ്മുടെ റാന്നി MLA പ്രമോദ് നാരായണനെയാണ്. പ്രമോദ് ഇവിടെ വേഗം സ്റ്റേജിലേക്ക് വരിക. പ്രമോദ് നാരായണൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിക്ക് മൊമെൻറ്റോ നൽകി ആദരിക്കുന്നതാണ്. താങ്ക് യു. ഒരു പൂർവ്വ വിദ്യാർത്ഥിക്ക് മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥി മെമൻറ്റോ നൽകുന്ന അപൂർവ അവസരങ്ങളിലൊന്ന്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട കമൽ സാറിന് മെമൻറ്റോ നൽകി ആദരിക്കുന്നതിനായി മുനിസിപ്പൽ ചെയർമാൻ നൈനാൻസി കുറ്റുശ്ശേരി സാറിനെ പണ്ടും ഇവിടെ വരുമായിരുന്നു, തല നരച്ചു എന്നൊരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഒരാളുകൂടെ എത്താനുണ്ട്, ശ്രീ മോഹൻകുമാർ. അപ്പോൾ നമ്മളെയൊക്കെ ഒരുപാട് സന്തോഷിപ്പിച്ച ശ്രീ കമൽ സാറിന് ആദരം അർപ്പിക്കുകയാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ പ്രമോദ് നാരായണനെ 2 വാക്ക് പറയാൻ ക്ഷണിക്കുകയാണ്. വാഗ്മിയാണ്, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി പറയണം. ഒരുപാട് നന്നായി സംസാരിക്കുന്ന പ്രമോദിനോട് ഇത് പറയുന്ന അധിക പ്രസംഗമാണെന്നറിയാം, എന്നാലും പ്രമോദ് സമയ ചുരുക്കമുണ്ട്. ചെറിയ പ്രസംഗം, സന്തുഷ്ട പ്രസംഗം എന്ന് ഓർമ്മിപ്പിച്ച ക്രിസ്റ്റീനയ്ക്ക് ആമുഖമായി പരിഭവത്തോടെ നന്ദി പറയുന്നു. ഒരു ചെടിയിൽ അതിൻ്റെ ചില്ലയിൽ വിരിയുന്ന പൂക്കൾക്ക് ഇത്രയും ഭംഗിയുണ്ടാകുന്നത് എങ്ങനെയാണ്? അതിൽ നിന്നും പ്രസരിക്കുന്ന സൗരഭ്യത്തെ നിർണയിക്കുന്നത് ഏത് ഘടകമാണ്? എൻ്റെ ഉത്തരം, ആ ചെടി ചേതോഹരമായ രൂപാന്തരത്തിലൂടെ വൃക്ഷമായി മാറുമ്പോൾ ആദ്യമായി അതിൻ്റെ വേരുകളെ നനച്ച ഒരു മഴയുണ്ട്, ചൊരിഞ്ഞു വീണ വെയിലുണ്ട്, തുളുമ്പിയ നിലാവുണ്ട്. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ്, ഈ കോളേജിൽ പഠിച്ച സമാദരണീയനായ സ്വാമിജി മുതൽ ചെറിയ മനുഷ്യനായ ഞാൻ വരെയുള്ള എല്ലാവരുടെയും വേരുകളെ നനച്ച തോരാത്ത സ്നേഹത്തിൻ്റെ മഴയാണ്. ആ മഴയിൽ വീണ്ടും നനഞ്ഞു നിൽക്കാൻ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിന് കോളേജിനോട്, പൂർവ്വ വിദ്യാർത്ഥികളോട് സ്നേഹം കടപ്പാട്. ഞാൻ എൻ്റെ അധ്യാപകരെ എല്ലാം, ഇവിടെയുള്ളവരും ഇല്ലാത്തവരും, മാത്യു കോയ് സാർ ഇവിടെയുണ്ട്, എൻ കെ ചെറിയാൻ സാറിനെ ഓർക്കുന്നു, എല്ലാവരുടെയും കാല് തൊട്ട് വണങ്ങുന്നതായി പറയട്ടെ. ക്രിസ്റ്റീന, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിയമസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ EMSും സി അച്യുതമേനോനും ആർ ശങ്കറും മഹാരഥന്മാരുടെ വാക്കുകളുടെ മാറ്റൊലി ചരിത്രത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്ക് എത്തും. ഓരോ വാക്കിനും ഭൂമിയേക്കാൾ ആകർഷണമുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. വാക്കുകൾക്ക് ഭൂമിയേക്കാൾ ആകർഷണം, കടലിനേക്കാൾ ആഴം, സൂര്യനേക്കാൾ വെളിച്ചം. എൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു സംഭവം ഈ ഓഡിറ്റോറിയത്തിലായിരുന്നു. ബിഷപ്പ് മൂർ കോളേജിൽ SFIയുടെ ആദ്യത്തെ ചെയർമാനായിരുന്നു ഞാൻ. സജി ചെറിയാൻ ഇവിടെ പറഞ്ഞല്ലോ, കോളേജിൻ്റെ ഒരു ചരിത്രത്തിൽ അന്ന് എനിക്കൊപ്പം ഉണ്ടായിരുന്ന അബുരാജിൻ്റെ ക്യാപ്ഷനായിരുന്നു ചരിത്ര നിർമ്മിതിക്കായി പ്രതിഭാ സൂര്യൻ. ഒപ്പം മുദ്രാവാക്യം വിളിച്ച ഫിലിപ്പും അമേരിക്കയിലുള്ള ഐപ്പും എല്ലാം മനസ്സിലേക്ക് വരികയാണ്, പ്രദീപ് KC, ബിജു KP. പക്ഷെ കോളേജ് യൂണിയൻ ചെയർമാനായി കഴിഞ്ഞ ആ വർഷം കോളേജിലെ ചടങ്ങിൽ പ്രസംഗിക്കാൻ വന്നത് സുകുമാർ അഴീക്കോടായിരുന്നു. വാക്കുകളുടെ സർവകലാശാല. വേദിയിലേക്ക് വരുമ്പോൾ അരുവി സമുദ്രത്തെ കാണുന്നത് പോലെ മനസ്സ് വിനയാന്വിതമായി, വാക്കുകൾക്ക് കൂടുതൽ വിനയഭാവമുണ്ടായി.
അഴീക്കോട് മാഷ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അടുത്ത് ചെന്നിട്ട് DC ബുക്സ് ആ സമയത്ത് പുറത്തിറക്കിയ ഷെർലക് ഹോംസ് കഥകൾക്ക് അങ്ങെങ്ങനെ ആമുഖം എഴുതി എന്ന് ചോദിച്ചത്. തത്വമസിയെക്കുറിച്ച് എഴുതുന്ന അഴീക്കോട് മാഷിന് ഷെർലക് ഹോംസിനോട് ഇത്ര ഇഷ്ടമുണ്ടോ? സർ ആർത്തർ കോനൻ ഡോയലിൻ്റെ കഥാപാത്രത്തോട് ഇത്ര സ്നേഹമുണ്ടോ? ഒന്ന് നോക്കിയിട്ട് എങ്കിൽ എനിക്ക് മുമ്പേ താൻ പ്രസംഗിക്കൂ എന്നായി അഴീക്കോട് മാഷ്. പ്രിൻസിപ്പലായ MK ചെറിയാൻ സാർ പറഞ്ഞു, പ്രമോദയെ പ്രസംഗിക്കൂ. അഴീക്കോട് മാഷിൽ പ്രസംഗിക്കുക എന്നാൽ ബട്ടർഫ്ലൈ ഇൻ സ്റ്റൊമക്, നമുക്കൊരു പരിഭ്രമമുണ്ടാകും. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അഴീക്കോട് മാഷ് പറഞ്ഞ ഒരു വാക്ക്, അത് ആജീവനാന്ത അനുഗ്രഹമായി നെറുകയിൽ തൊട്ട സ്നേഹമായി ഉള്ളിലുണ്ട്. നിങ്ങളുടെ കോളേജിൽ നിന്നും ഞാൻ എൻ്റെ പിൻഗാമിയെ കണ്ടെത്തുന്നു എന്നായിരുന്നു ആ വാക്കുകൾ. ജീവിതത്തിലെ ഏത് പ്രസംഗത്തിലും എഴുന്നേൽക്കുമ്പോൾ, നിയമസഭയിലെ ആദ്യത്തെ പ്രസംഗത്തിൽ ബിഷപ്പൂർ കോളേജ് നൽകിയ ആജീവനാന്ത പ്രേരണ ഉള്ളിലുണ്ട്. ഈ വേദിയിലാണ് EMS വന്നത്, കോളേജ് യൂണിയൻ ചെയർമാനായിരിക്കും. ക്രിസ്റ്റീന എൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ എനിക്കൊപ്പം പ്രവർത്തിച്ച ആളാണ്. ഈ വേദിയിലാണ് ബിഷപ്പ് പൗലോസ് മാർ പൗലോസ് വന്ന നിശബ്ദരായിരിക്കാൻ നമുക്കെന്ത് അവകാശം എന്ന കുട്ടികളോട് ചോദിച്ചത്. അന്നത്തെ രാഷ്ട്രീയം സർഗാത്മകമായിരുന്നു. ഇന്ന് സ്വാമിജി പ്രസംഗിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഇവിടെ ഞങ്ങൾ സെൽഫി എടുത്തു പുറകിലിരുന്ന്. അന്ന് ക്യാമറ ഉണ്ടായിരുന്നില്ല. ക്യാമറകൾ നമ്മൾ ഓർമ്മകളെ സൃഷ്ടിക്കുന്ന സെൽഫിയുടെ കാലത്ത് ഒരു മറവിക്കും മായ്ക്കാനാകാത്ത ദ റെസ്റ്റ് ഓഫ് ടൈം വോൺ സെറ്റിൽ ഓൺ മെമ്മറീസ് ഇൻ ബിഷപ്പൂർ കോളേജ്. ഒരു മറവിക്കും മായ്ക്കാനാകാത്ത മായികമായ ഒരു അനുഭവമായിരുന്നു. ജീവിതത്തിലെ ഏറ്റവും നല്ല കാലമായിരുന്നു. രാഷ്ട്രീയം കവിത പോലെ തുളുമ്പിയ ഒരു കാലമായിരുന്നു. ആ കാലത്തെ നൽകി ഞങ്ങളെ ഞങ്ങളാക്കിയ കടമനിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന ആ അന്വേഷണത്തിൽ, ആരായലുകളിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ കടലിൻ്റെ ഉപ്പ് പോലെ ബിഷപ്പൂർ കോളേജ് എന്തുമുണ്ടാകും, ഇനിയും ഉണ്ടാകും, ജീവിച്ചിരിക്കുന്ന കാലം വരെ ഉണ്ടാകും. ആജീവനാന്ത കാവലിന്, അനുഗ്രഹത്തിന് ഒരിക്കൽ കൂടി കൂപ്പുകൈ. താങ്ക് യു സോ മച്ച് പ്രമോദ്. അപ്പോൾ ആ പ്രമോദിൻ്റെ സംസാരം എത്രത്തോളം നമ്മളെയൊക്കെ ആകർഷിച്ചു, എന്നെയൊക്കെ ആ പഴയ കാലത്തേക്കും ആ പഴയ ചടങ്ങിലേക്കും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി. ചെറിയ ശരീരമാണെങ്കിലും വിശാലമായ സ്വപ്നങ്ങളാണുള്ളത്. എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആശയദാഹിയായ ഒരു ജനപ്രതിനിധി കൂടിയാണ്. നമ്മുടെ സന്താനമാണെന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഈ ചടങ്ങിൻ്റെ അവസാനത്തിലേക്ക് വരികയാണ്. എല്ലാവർക്കും ഒരു നന്ദി പറയേണ്ട കാര്യമുണ്ട്. വോട്ട് ഓഫ് താങ്ക്സിനായി മിസ്റ്റർ നദീർ അബ്ദുൽ കരീമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഗുഡ് മോർണിംഗ് ആണ് ഞാൻ എഴുതിക്കൊണ്ട് വന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ആണ്. എന്നോട് പ്രസിഡന്റ് പറഞ്ഞ് നന്ദിയൊക്കെ എല്ലാവർക്കും ഒറ്റ വാക്കി പറഞ്ഞ് അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ്. പക്ഷേ നന്ദി അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് എഴുതിക്കൊണ്ട് വന്നത്. ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് വിത്ത് താങ്കിങ് Almighty God to give us this wonderful opportunity to study at Bishopmoor College and to be here today. Next, deep gratitude goes to our Mada, Pida and Guru. ദൈവം ആദ്യം പറഞ്ഞു. നമ്മുടെ ഫൗണ്ടേഴ്സിന്, നമ്മളിൽ നിന്ന് വിട്ടുപോയ പൂർവ്വ അധ്യാപകർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. I will keep this brief as I know many of you are eager to reconnect with your friends and teachers, to share stories and cherish the memories we hold close to each other. It is indeed a joyous occasion as we gather for the Rigama 25, celebrating the Diamond Jubilee year of our beloved Bishopmoor College. First and foremost, I would like to express our heartfelt gratitude to our esteemed chief guest, Sami Amrita Srumanda Sami, a distinguished alumnus, for inaugurating our formal function and for enlightening address that set the tone for the wonderful gathering. I extend my sincere thanks to our bishop and college manager, Reverend Dr. Malayal Sabu Koshi-Cherian, for his blessings and guidance. A special mention to our alumni, Saji Cherian, Minister of Fisheries, Cultural and Youth Affairs, for his touching memorial speech, and our special guest, Kamal Sir, film director, producer and former chairman of Kerala Film Academy, for inaugurating our cultural program and delivering such an inspiring talk. His films have inspired and entertained all of us. I would also like to acknowledge the unwavering support and coordination from our principal, Dr. Ranjit Matthew Sir, and our vice principal, Anne Varghese Madam. Your leadership has been instrumental in making this event a reality. We are grateful to our Mavelikere MLA, Mr. Arun Kumar, and Rani MLA, Mr. Pramod Narayanam, along with former MLAs
for gracing us with their presence. Your support means a lot to us. On behalf of the alumni, I would like to express my appreciation to our alumni Sri Nainansi Kutisheri, Mavelikira Municipal Chairman, and Dr. K. Mohan Kumar, Tekekara Panchayat President, for joining us today. A heartfelt thank to you, all of our retired teachers, especially Professor V.C. Jones sir, our alumni advisor and mentor, whose inspiration and support have been pivotal in conducting this global alumni meet. Your wisdom continued to guide us in all aspects of our alumni program. And we are grateful to all our retired teachers and principals who have shaped our lives. A special mention to my teacher Samson sir, Sajeev sir, and Ani Varghese sir, who is present here today. On behalf of the alumni, I would like to express my appreciation to our alumni president Mukundan sir, alumni secretary Joseph sir, vice president Shomashegaran Unnithan sir, and all the office bearers, conveners, and executive members. Your efforts in releasing the souvenir and organizing the event has been commendable. To all our alumni members who travel from near and far, including representatives from the UAE, Kuwait, Bahrain, Saudi Arabia, US, Australia, and various Indian states, thank you for your wholehearted support. This event would not have been possible without your presence. I also want to acknowledge the current staff and faculty members, especially Lynette Miss, Blessy Miss, Divya Miss, Robert Raju sir, Adarsh sir, for their hard work in ensuring the success of this program and releasing the digital album. Your dedication does not go unnoticed. A big thank you to all our sponsors and donors, especially Simi Biju, our alumni, who provided special gifts in our kits, and to the vendors for the excellent food, decoration, orchestra, sound, and lights management, photography, and videography. Your contribution added to the vibrancy of our gathering. On behalf of the alumni, a special thank to Christina Fernandez, our anchor today. She is working with 24 Hours channel. A special thanks to all performers who are either our alumni, their children, or faculty members. Lastly, I would like to extend my appreciation to the students of the college, including the NCC and NSS cadets, for their invaluable support. If I have inadvertently missed anyone, please accept my apologies. Thank you all once again for being here today and making this event a memorable one. With that, I conclude my vote of thanks. Enjoy the rest of the day, and let's make more cherished memories together. Thank you.